ഹായ് ഗായ്സ്, വെൽക്കം ടു വൈ ദ എൽ നോട്ട്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് അൻഷിദ് ദീവിയാണ്. അൻഷിദ് മുന്നേ ഒരു പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അൻഷിദ് ബേസിക്കലി കുട്ടികളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതായത് നല്ല എഡ്യൂക്കേഷൻ, ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികളെ, അതായത് UK, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് അൻഷിദ് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻഷിദിൻ്റെ കമ്പനി ഗ്രാജുവേറ്റർ. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇപ്പോഴും ആപ്റ്റായിട്ടുള്ളത് ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് പോകാൻ, ഏതൊക്കെ കൺട്രീസാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്, പുതിയ കൺട്രീസ് ഉണ്ടോ, പുതിയ കോഴ്സുകളുണ്ടോ, എന്തൊക്കെയാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യേണ്ടത്, എത്ര ഫീസാവും, എത്ര ചിലവ് വരും, എത്ര അവിടെ നിന്ന് ഏൺ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഒരു എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള രീതിയിലും നമുക്ക് അവിടെ എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ പറ്റിയിട്ടും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നേരിട്ട് കോൺവെർസേഷനിലേക്ക് പോകാം. എടുക്കട്ടോ, ചോദ്യത്തിലോട്ട് പോവാം. തുറക്കും. നമ്മൾ നേരെ തുടങ്ങാം. നമുക്കിങ്ങനെ പറഞ്ഞു പോവാം, അതിൻ്റെ ഇടയിൽ തുടങ്ങാം. വേറെ എന്താണ് റെക്കോർഡിംഗ് അല്ലേ ഇത് എന്താണ് വേറെ രാജ്യങ്ങൾ ഏതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്? അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാ രാജ്യങ്ങളും ഓപ്പൺ ആയി തുടങ്ങിയില്ലേ തന്നെ. സ്റ്റുഡൻസിനെ ഇന്ത്യ ഓപ്പണായി. ഇന്ത്യ പുറത്തുനിന്ന് ആൾക്കാർ നമുക്കും വർക്ക് ഫോഴ്സ് ആവശ്യമുണ്ടോ? പുറത്തുനിന്ന് ആൾ നമുക്ക് വർക്ക് ഫോഴ്സ് അല്ല വേണ്ടത്, നമ്മൾ എഡ്യൂക്കേഷൻ ചീപ്പാണ്. നമ്മൾ ആ ഒരു രീതിയിലാണ് അവിടുന്ന് മണി സ്പെൻഡ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ആൾക്കാരെ വിളിക്കുന്നത്. അത് നമ്മൾ വേറെ നമ്മുടെ, അതായത് എല്ലാ എഡ്യൂക്കേഷൻ ടൂറിസം ചെയ്യുന്ന മാൻ പവറിന് വേണ്ടി മാത്രമല്ല. അതായത് ഒരു രാജ്യത്തിന്റെ GDP 20% കൺട്രോൾ ചെയ്യുന്നത് ഒരു രാജ്യത്തെ സ്റ്റുഡൻസ് ആണെന്ന് പറയുമ്പോൾ മനസ്സിലായി. ഇപ്പൊ UK പോലത്തെ ഒരു രാജ്യത്തിന്റെ GDP കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? നമ്മളെ ഇന്ത്യൻ സ്റ്റുഡൻസാ. 20% GDP കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റുഡൻസാ. അത്രയും പൈസ നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ട്. 15 ലക്ഷം രൂപയാണ് ഒരു കോഴ്സിന് ആവറേജ് ഫീസ് വരുന്നത്, 1 ഇയർ പ്രോഗ്രാമിന്. അത് അണ്ടർ ഗ്രാജുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 40 ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത്. 40 ലക്ഷം രൂപ പറയുമ്പോൾ ഞാൻ പറയുന്നത് അത് വേൾഡ് റാങ്കിൽ 1000 ഉള്ളിൽ വരുന്ന ചുരുക്കം ചില, മനസ്സിലായോ, യൂണിവേഴ്സിറ്റികളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോഴാണ് 40 ലക്ഷം വരുന്നത്. യെസ്. അതല്ലാതെ നമ്മളിപ്പോ നോക്കുകയാണ് ഒരു വേൾഡ് റാങ്കിൽ 100 ഉള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാണ്. അപ്പൊ അവിടെ ഫീസ് വരുന്നത് 25 ലാഖാണ് ഒരു വർഷം. 25 ലാഖ് 28 ലാഖ് ഒക്കെയാണ് ഇയർലി ഫീസ് വരുന്നത് ഒരു കുട്ടീൻ്റെ അടുത്ത്. അത് ഒരു വർഷത്തിന്. 3 വർഷത്തെ ഫീസ് ആണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ 75 ലാഖ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. യെസ്. പക്ഷെ അവന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയാവും. അവിടെ പ്ലേസ്മെന്റ് വരുന്ന കമ്പനീസ് അങ്ങനെയാണ്. ഇപ്പൊ അടുത്ത് എന്താ ഒരു മോളെ വീഡിയോസ് ഉണ്ടായിരുന്നു, ഭയങ്കര വൈറലായ. അവള് പറയുന്നത് ഇങ്ങനെ കാണുന്നൊന്നല്ല, ഇവിടെ വന്നിട്ട് വേറെ സീനാണ്. എന്നിട്ട് UK എഡ്യൂക്കേഷൻ അവളെ ആകെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാ പോകുന്നത്. ഇപ്പൊ ലാസ്റ്റ് വീഡിയോസ് കണ്ടായിരുന്നോ? ഇല്ല. വർക്കിന് കയറിയിട്ടുണ്ട്, ഹാപ്പിയാണ്. അത് നമ്മൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ആ കുട്ടി കടന്നു പോയ സിറ്റുവേഷൻ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിൽ പറയുന്നുണ്ടല്ലോ, കുട്ടീനെ കഫേ കയറിയപ്പോ കഫേയിൽ വർക്ക് ചെയ്യുമ്പോൾ ആരോ ബാക്കിൽ വന്ന് പിടിച്ചു എന്നൊക്കെ. അപ്പോൾ അത് നമ്മളെ നാട്ടിലും സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ എത്ര റേപ്പ് കേസുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മൊത്തം ഒരു രാജ്യത്തിനെ കൺട്രോൾ ചെയ്യാം. അതിന്, അതായത് ആ കുട്ടി ഒരു വീഡിയോനെ ഇറക്കിയെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എതിരായിട്ട് 100 വീഡിയോസ് എങ്കിലും വന്നിട്ടുണ്ടാവും അവിടുന്ന്. അതായത് അവിടുത്തെ UK ഇപ്പോഴും UK ഒക്കെ നമുക്ക് എന്താണ് പോകാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. കാരണം 3 വർഷം ഇപ്പം അവിടെ നമുക്ക് കിട്ടുന്നുള്ളൂ. 2 വർഷത്തെ കോഴ്സിന് പോവുകയാണെങ്കിൽ അത് കുറച്ചു 1.5 വർഷമാക്കി. 1.5 വർഷമാക്കി. അതായത് 2 ഇയേഴ്സ് സ്റ്റാ ബാക്ക്. അതായത് ഒരു 1 ഇയർ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇയേഴ്സ് സ്റ്റാ ബാക്ക് ആണ് കിട്ടുന്നത്. 3 ഇയേഴ്സ് കിട്ടിയിരുന്നു, മൊത്തം 3 ഇയേഴ്സ് കിട്ടിയിരുന്നു. ഇപ്പോൾ 2.5 ഇയേഴ്സ് കിട്ടുന്നുള്ളൂ. ഈ ഇൻടേക്ക് മുതൽ, ഈ വരുന്ന ഇൻടേക്ക് മുതൽ നമുക്ക് 1.5 വർഷം സ്റ്റാ ബാക്കും 1 ഇയർ കോഴ്സ് പീരീഡും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും മണി സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് നമ്മൾ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പോസിബിൾ ആണ്. അതായത് സ്റ്റുഡൻറ് എഡ്യൂക്കേഷൻ പീരീഡിൽ നമുക്ക് ലീഗൽ ഹവേഴ്സ് ഉണ്ട്. അതായത് ഇവന് വീക്ക്ലി 20 hours വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് ഒരു മന്ത്ലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 80 hours വെച്ചിട്ട് നമുക്കൊരു 8 പൗണ്ട് മുതൽ 10 പൗണ്ട് വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര, ഒരു 600 പൗണ്ട് മുതൽ 800 പൗണ്ട് വരെ നമുക്ക് ഏൺ ചെയ്യാം. അത് അവൻ്റെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതൊരിക്കലും നമ്മൾ ലോണോ കാര്യങ്ങളോ എടുക്കാൻ പറ്റുന്ന രീതിയിലോട്ട് വരത്തില്ല. അത് അവൻ്റെ റെൻ്റ് അടക്കാം, അവൻ്റെ ഫുഡ് കഴിക്കാം,
അവന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ട്രാവൽ ചെയ്യാം. പഠിക്കാൻ പോയ സ്റ്റുഡൻ്റ് അല്ലേ, ഈ കാര്യങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ. അതല്ലാതെ പിന്നെ ഇല്ലീഗൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് ഇൻഹാൻഡ് ക്യാഷ് വാങ്ങാം. ഇത് അക്കൗണ്ടിൽ വന്നാലാണ് നമ്മൾക്ക് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞായിട്ട് കുറയും. അതായത് നമുക്ക് 8 to 12 pound ആണ് മണിക്കൂറിന് അവിടെ വരച്ചിട്ടുള്ള ലീഗൽ ടൈം. മനസ്സിലായി? ഇപ്പോൾ ആൾക്കാർ എണ്ണം കൂടിയതുകൊണ്ട് അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഇന്ത്യക്കാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും അതായത് ഇന്ത്യൻ അവിടെ സെറ്റിൽ ആയിട്ടുള്ള ബിസിനസ്സുകാരൊക്കെയാണ് യൂസ് ചെയ്യുക. നമുക്കൊരു 6 pound എടുക്കാം, ഇവനൊരു 6 pound കൊടുത്താൽ കിട്ടും. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് കയറിയ ഒരാളാണ്, അവിടെ ലിവിങ് എക്സ്പെൻസ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ആളാണ്. ഇവനിപ്പോൾ പെട്ടെന്നൊരു ജോലിക്ക് കയറണം എന്നുള്ള ആള് 6 pound എടുക്കും. അത് ആ സിറ്റുവേഷൻ മുതലാക്കുന്ന. നമ്മൾ സ്ട്രാറ്റജിക്കലി നീങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ 2.5 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പീരീഡിൽ, സ്റ്റേ ബാക്ക് പീരീഡിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത പൈസ കിട്ടൂല. അണ്ടർ ഗ്രാജുവേഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ പഠിച്ച് സെറ്റിൽ ആവാൻ വേണ്ടി പോവുക എന്നുള്ളൊരു പ്ലാനിൽ പോകണം. അതായത് ഇവർ പഠിക്കാൻ പോകുന്നതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലാണ്, അതായത് അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ്. നമ്മുടെ NIT പറയൂലേ, നമ്മുടെ IIT, നമ്മുടെ IIM, നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, അതല്ലെങ്കിൽ എയിംസ്, ഈ റാങ്ക് ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റിക്കാണ് ഇവൻ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇത് അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ട് അവിടുത്തെ എഡ്യൂക്കേഷന്, ആ ഒരു ക്വാളിറ്റി ഉണ്ട് അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ സ്റ്റുഡൻറ്റിനും. അപ്പോൾ ഇവർ പഠിക്കാൻ പോകുന്നതാണോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇവർ പഠിക്കാനാണോ പോണേ, അതോ അത് ഒരു മൈഗ്രേഷൻ പ്ലാൻ എന്താണ്, എനിക്ക് മറ്റൊരു രാജ്യത്ത് എത്തി കിട്ടിയാൽ മതി, പിന്നെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായോ? ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം. ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. ഓരോ കേസ് ടു കേസ് വരുമ്പോഴേക്കും ഇത് ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ഒരാൾ പോകുന്നത്, ഇപ്പോൾ ആ കുട്ടി വിചാരിച്ചത് ഈ എന്താണ് UK മറ്റേ വൈറലായ കുട്ടി, എന്താ അവിടുത്തെ പ്രശ്നം പറഞ്ഞ കുട്ടി, പുള്ളിക്കാരി വിചാരിച്ചിങ്ങനെ UK ഏതോ വണ്ടർലാൻഡ് ആണെന്നാ. നല്ല കുറേ കാശ് കിട്ടും, നല്ല കുറേ എന്താ അടിച്ചുപൊളി, നല്ല മഞ്ഞൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് സ്വെറ്ററൊക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ട് നല്ല ബൂട്ട്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് പോയി കാണുന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. എന്താ സംശയം? അത് എന്തായാലും അങ്ങനെയല്ല. അത് നമ്മളൊരു വർക്കിന് കയറുമ്പോൾ അതായത് പാർട്ട് ടൈം വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഓഫീസ് ജോബിലോട്ടല്ല കയറുന്നത്, ഒരു മാനേജറിയൽ ലെവലിലുള്ള ജോലിയിലോട്ടല്ല കയറുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്, നമ്മുടെ പ്രൊനൗൺസിയേഷനും നമ്മളുടെ എന്തായാലും ബ്രിട്ടൻ ഇംഗ്ലീഷും ഇന്ത്യൻ ഇംഗ്ലീഷും ആണത്, അത് രണ്ടാ. അപ്പോൾ ബ്രിട്ടൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വരെ നമുക്ക് ആ ഒരു രീതിയിലുള്ള ജോബിലോട്ടൊക്കെ എത്തല് ബുദ്ധിമുട്ടാണ്, പോസിബിൾ അല്ല. മനസ്സിലായോ? വൈറ്റ് ബ്ലാക്ക് എന്നുള്ള സാധനം ഉണ്ട്, വൈറ്റ് ബ്ലാക്ക് എന്നുള്ള സാധനം ഉണ്ട്. പിന്നെ നിന്റെ സ്കില്ല. ഇപ്പൊ അവിടുത്തെ ഋഷി സുനാക്ക് മനസ്സിലായോ? അവൻ കർത്തോനല്ലേ, അവനാ പ്രൈം മിനിസ്റ്ററാ. മനസ്സിലായോ? അവൻ്റെ അച്ഛൻ പോയതല്ലേ. അപ്പോ മനസ്സിലായോ? സ്കില്ല്, അതായത് ഓപ്പർച്യൂണിറ്റി ഉണ്ടോന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിലെ പ്രൈം മിനിസ്റ്റർ ഒരു ഇന്ത്യക്കാരനായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഓപ്പർച്യൂണിറ്റി നമ്മളുടെ സ്കില്ലും നമ്മളുടെ വീൽ പവറും വെച്ചിട്ട് മനസ്സിലായോ? അപ്പൊ ഈ 2.5 വർഷം നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് പകരം അവിടെ തന്നെ ഒരു ജോലിയൊക്കെ ചെയ്തിട്ട് നിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ? അതാണ് ഞാൻ അടുത്ത കാര്യം പറയുന്നത്. നമ്മളുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ എന്നും സാലറി വാങ്ങുന്ന ഒരാളായിട്ട് കാണുന്നേ, നിങ്ങൾ സാലറി കൊടുക്കുന്ന ഒരാളായിട്ട് കാണുന്നത്. എന്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ? എന്താ മനസ്സിലായോ? ബിസിനസ് ഓപ്പർച്യൂണിറ്റി 40 രൂപക്ക് ടീഷർട്ട് കിട്ടും തിരുപ്പൂര്, 40 രൂപക്ക് ടീഷർട്ട് ഇട്ടും തിരുപ്പൂര്. നിങ്ങളത് UK എത്തിച്ചാൽ 40 പൗണ്ടായി. മനസ്സിലായോ? നിങ്ങൾ 40 രൂപക്ക് വാങ്ങുന്ന സാധനം നിങ്ങൾക്ക് 4000 രൂപക്ക് കൊടുക്കാനുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞത് ഒരു പ്രൊഡക്റ്റിന്റെ കാര്യമാണ്, സൂചി പിന്നോ എന്ത് പ്രൊഡക്ഷനിൽ ഇന്ത്യ, മാനുഫാക്ചറിംഗിൽ ഇന്ത്യയിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ എന്തിനാ എന്നും ജോലിക്കാരനായിട്ട് കാണുന്നത്, ജോലി കൊടുക്കുന്നവനായിട്ട് കണ്ടാൽ മനസ്സിലായോ? അതങ്ങനെ ഇത്ര ടൈം കൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുമോ അവിടെ? അതിനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള സ്ഥലമാണോ? എന്താ സംശയം? അതിനുള്ള ഓപ്പർച്യൂണിറ്റി എന്തായാലും ഇല്ലേ? അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? എന്ത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ലൈസൻസിങ് അവിടെ അതിൻ്റെതായിട്ടുള്ള ലോസും ഫണ്ടൊക്കെ വേണ്ടി വരില്ലേ? നമുക്കൊരു രജിസ്ട്രേഷൻ, അവിടെ ഒരു കമ്പനി രജിസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ വിസ പരിപാടികളൊന്നും വേണ്ട. നമുക്കൊരു ട്രേഡിംഗ് പരിപാടിയോ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന റൂമിന്റെ അഡ്രസ്സിൽ നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് 300 പൗണ്ട് എങ്ങാനും ആണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടേ. അതായത് ട്രേഡിംഗ് ലൈസൻസ്. നമുക്ക് ഒരു സാധനം വാങ്ങി വിൽക്കാം എന്നുള്ള സെറ്റപ്പിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്കത് മതി. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടതാ, അവർ ചെയ്യുന്ന ഒരു ഓൺലൈൻ ആപ്പോ വെബ്സൈറ്റോ പരിപാടിയോ തുടങ്ങിക്കുക. അതായത് ഈ സ്കിൽഡ് ജോബ്സ് ഉള്ള അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്ലംബർ, എന്തും, അതായത് നമ്മുടെ കാജിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സാധനം, നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ
പ്ലംബിംഗ് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവർ പ്ലംബേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് പ്ലംബേഴ്സിനെ മാൻ പവർ മനസ്സിലായി. അത് നല്ലൊരു തോട്ടമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ജോലികൾ കൊടുക്കാൻ പറ്റുന്ന ഇതൊന്നും വൻ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കാര്യമില്ല. നമുക്കൊരു വെബ്സൈറ്റ് ഇപ്പോൾ ഉണ്ടാക്കാത്തുണ്ട്. സോഹോയിൽ കയറിയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നമുക്കൊരു 5,000 രൂപ മതി. 5,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സോഹോയിൽ അവരുടെ സർവീസും കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ അത് ആൾക്കാരിലോട്ട് എത്തണം. മനസ്സിലായോ? ഓപ്പർച്യൂണിറ്റി, അതായത് വൻ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുള്ള സാധനം ഒന്നല്ല. എന്നാൽ നമ്മൾ റെസ്റ്റോറന്റ് എന്നുള്ള രീതിയിലുള്ള ബിസിനസ് അങ്ങനെയും ഇല്ലേ. നമുക്ക് നല്ല കുക്കിംഗ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ സ്വന്തമായിട്ട് ഇതൊക്കെ ഓപ്പൺ ആക്കി കഫേസ് തുടങ്ങാം. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റുഡൻ്റ് ആണ്. ഇവരൊക്കെ പോയത് സ്റ്റുഡൻ്റ് ആയിട്ട്. അപ്പോൾ അവിടെ ഒരു കഫേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കഫേ തുടങ്ങിയ, അതായത് ചെറിയൊരു റൂം, നമ്മൾ പറയുന്ന പോലെ വൻ സാധനമൊന്നല്ല. അവരൊരു 25 സീറ്റ്സ് ഉള്ള ഒരു കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞത് നാട്ടിലോട്ടുള്ള 2 കോടി രൂപയോളം വരുന്നുണ്ട്. ആ വിസ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് 4 വിസ ഇഷ്യൂ ചെയ്യാം. അവർക്ക് മനസ്സിലായി. അതായത് അവന്റെ കമ്പനിയാണ്, ആ കമ്പനിക്ക് 4 വിസ ഇഷ്യൂ ചെയ്യാൻ പറ്റും. മനസ്സിലായി. 4 ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ 4 ആൾക്കാരെ വേറെ കൊണ്ടുവരാം. അതെല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റുഡൻസിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഹയർ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ആ രീതിയിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ട സമയം. നമ്മൾ എന്ന് പറയും ജോലി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഏത് ജോലി കഴിഞ്ഞേ? നിങ്ങൾ കെയർ ഹോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെയർ ഹോം ഫുള്ളായി. കെയർ ഹോംസ് മനസ്സിലായോ? അതായത് എളുപ്പമുള്ള പണിയാണല്ലോ. നമ്മളവിടെ പോയിട്ട് ആൾക്കാരെ നോക്കിയാൽ മതി. മനസ്സിലായോ? പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്. എളുപ്പമുള്ള പണിയാന്നല്ല, നല്ല പണിയാണ്. ഇവരെ അതായത് നമ്മളെ വീട്ടിലൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ മൂഡ് സ്വിങ്സ് ഒക്കെ നമ്മൾ കാണുന്നല്ലേ. മനസ്സിലായോ? അപ്പോ അവരെ നോക്കല് എളുപ്പമാണോ? എളുപ്പമല്ല. അപ്പൊ വലിയൊരു ബേബിനെ നോക്കുന്ന പോലെ ആയിരിക്കും. അപ്പോ ആ ഒരു പ്രശ്നം ഉണ്ട്. നമ്മളിപ്പോ നമ്മളെ വല്യമാരൊക്കെ കുട്ടികളെ ചീത്ത പറയുന്നൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ? അവര് ആ ഒരു പേജ് ആകുമ്പോഴേക്കും അവർ അങ്ങനെ ആവും. അപ്പൊ അവരെ നോക്കാൻ അവരെ കൺട്രി ബാധ്യസ്ഥനാണ്. ആ കൺട്രിയുടെ ക്വാളിറ്റി പറയണേ. നിങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു കൺട്രിയിലാണ് നിങ്ങൾ പോയി വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് വരെ സിറ്റിസൺഷിപ്പ് വരെ, അതായത് നിങ്ങൾ പ്രായമായാലും നിങ്ങൾ ഞങ്ങളുടെ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കും എന്ന് പറഞ്ഞ കൺട്രിയാ. ഇവിടെയാണെങ്കിലോ അതായത് ഇന്ത്യനായിട്ട് കമ്പയർ ചെയ്യല്ലേ. അപ്പൊ നോക്കുക. അപ്പൊ ഇവിടെയാണെങ്കിലോ ഇവിടെ സിറ്റിസൺ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ 3,000 രൂപ കൊടുക്കുന്നില്ലേ മാസം? 3,000 രൂപ കൊടുക്കുന്ന മനസ്സിലായി. 3 ലക്ഷമാണ് ഒരാളുടെ സാലറി. കെയർഹോമിലെ ഒരാളെ നോക്കുന്ന ഒരാളുടെ സാലറി 3 ലക്ഷം, 3.5 ലക്ഷം. നമ്മളവിടെ ഇപ്പൊ ഒരു കുട്ടിയായിട്ട് അവിടെ വർക്കുമ്പോൾ കെയർഹോമിലൊക്കെ അതായത് 3,000 പൗണ്ട് 3,500 പൗണ്ടൊക്കെയാണ് സാലറി വരുന്നത്. അതാണല്ലേ ഈ കുട്ടികൾക്ക് ഏറ്റവും ഹയസ്റ്റ് പേ ചെയ്യുന്ന ഒരു ഏരിയ കെയർ ഹോംസ്. നിങ്ങൾ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7,000-8,000 പൗണ്ടൊക്കെ സാലറി, സ്റ്റാർട്ടിങ് സാലറി ഉണ്ടാവും. നേഴ്സായിട്ട് അങ്ങോട്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? അതായത് ഒരു സമയത്ത് ഭയങ്കര എളുപ്പമായിരുന്നു. OET എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. ആ എക്സാം ക്ലിയർ ചെയ്യണം. അപ്പോൾ അത് എല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് പഠിച്ച ഒരാൾ ഒരു ഇപ്പോൾ UK നേഴ്സ് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ വരിക, ഇവിടെ ഉണ്ടാവും എക്സാംസ്. ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ എക്സാംസ് ഉണ്ട്. ഇപ്പോൾ MBBS കഴിഞ്ഞ ആൾക്കാർ ഇപ്പോൾ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ, UAE പോയി കഴിഞ്ഞാൽ MOH എഴുതണം. ഖത്തറിൽ പോകുമ്പോൾ DH എഴുതണം. ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ റെഡി ആണോ ചെക്ക് ചെയ്യുന്ന എക്സാം അല്ലേ? അതായത് ഈക്വലൻസ്. നിങ്ങൾ പഠിച്ചത് ഞങ്ങളുടെ നാട്ടിൽ സർവീസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ എന്നുള്ള സാധനം ക്വാളിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമാണ്. അവർക്ക് അങ്ങനത്തെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ മതി എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് കോളേജുകൾ മുട്ട് വരുമല്ലേ. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എല്ലാതും ഒരു 10 വർഷം കഴിഞ്ഞിട്ടല്ലേ. അതായത് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് കുറെ കോളേജുകൾ തുടങ്ങി, എന്നിട്ട് കുറെ പണിയില്ലാത്തവരുണ്ടാക്കി. പക്ഷെ ഇപ്പൊ എല്ലാവരും പ്ലേസ്ഡ് ആയില്ലേ. അതായത് ആ ഒരു റഷ് മാറി. ആ ഒരു അതായത് എന്താ പറയുന്നേ, തമിഴ്നാട്ടിലൊക്കെ 10 കിലോമീറ്ററിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വെച്ചിട്ടില്ലേ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ 60 ആൾക്കാർ, 10 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, 600 ആൾക്കാർ. നമ്മുടെ ടൈമിലൊക്കെ ശരിക്കും കേരളത്തിൽ കോളേജ് കുറവാണല്ലോ. ഡൊണേഷൻ ഒക്കെ ആയിരുന്നു. 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഡൊണേഷൻ. എന്തിനാ നമ്മൾ ട്രെൻഡിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാ. മനസ്സിലായോ? അതായത് നമ്മുടെ താല്പര്യമോ നമ്മളെ സ്കില്ലോ ഇതൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ട്രെൻഡ് എന്താ അത് നമ്മൾ നോക്കിയിട്ട് അത് ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ UK പോകുന്ന ഞാൻ എല്ലാവർക്കും ബിസിനസ് ഓണറായിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് പൈസ കിട്ടണം, അതാണ് എല്ലാവർക്കും വേണ്ടത്. പക്ഷേ UK പോകുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നില്ല. UK ഇന്ത്യൻസിന്റെ സ്റ്റാർട്ടപ്പ് വളരെ കുറവാണ്. അതായത് പ്രത്യേകിച്ച് മലയാളികൾ എന്തായാലും ഒരു കംഫർട്ടബിൾ ജോബ് എന്നുള്ളതിന്റെ മുകളിലോട്ട് നമ്മളെ മലയാളി കുട്ടികളൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ മൊത്തമായിട്ട് ജനറലൈസ് ചെയ്ത് പറയല്ല, ഞാൻ നമ്മളുടെ മെജോറിറ്റി അതായത് അവരെപ്പോഴും നോക്കുന്നത് ആ കറൻസി വാല്യൂ മാത്രമാണ്.
മനസ്സിലായോ? അവിടെ പൈസ ഒരു ഉണ്ടാക്കാനുള്ള- മാനേജറിയൽ ജോബ് ഒക്കെ കയറി കഴിഞ്ഞാൽ 7,000 പൗണ്ടൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. 7,000 പൗണ്ട്, 8,000 പൗണ്ട്. അതിന് എന്ത് സ്കില്ലാണ് ഉണ്ടാക്കേണ്ടത്? അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണോ വേണ്ട മെയിൻ ആയിട്ട്? മെയിൻ ലാംഗ്വേജ് ഒരു ബാരിയറാണ്. പിന്നെ നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ എന്താ പറയുക, ഒരു നന്നായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ പോയിട്ട് കഫേയിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അവൻ സെയിൽസിലോട്ട് ഇറങ്ങണ്ടേ. അപ്പോൾ അവൻ സെയിൽസിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനീസിനെ അവനെ അപ്രോച്ച് ചെയ്യില്ലല്ലോ. പാത്ത് ഉണ്ടാക്കിയിട്ടില്ല, ആരും പാത്ത് വെട്ടിയിട്ടില്ല. ആ ഒരു ഏരിയ ഓഫ് ജോബ്സിലോട്ടുള്ള പാത്ത് വെട്ടിയിട്ടില്ല. നമ്മളെപ്പോഴും നോക്കുന്നത് എന്താ, കഫേയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 പീസ് അടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുള്ളിയിൽ ജോലി കെയറോമിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ തെറിവിളിയും കുറച്ച് ആൾക്കാരെ തെറിവിളി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെയറോമിൽ കിട്ടും. ഈ ഒരു ഇൻഡസ്ട്രി അല്ലാതെ നമ്മൾ പിന്നെ ഊബർ ഓടുക, ഒരു കാർ എടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കുക, അതായത് 3 ലക്ഷം കിട്ടും എനിക്ക്, അതിൽ 2 ലക്ഷം രൂപ വെച്ചിട്ട് ഞാൻ നാട്ടിലോട്ട് അയക്കുന്നു. 10 മാസം കൊണ്ട് 20 ലക്ഷം രൂപ. ഒരു 10 വർഷം കൊണ്ട് ഞാൻ 2 കോടി രൂപ ഉണ്ടാക്കുന്നു. ഞാൻ വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു. പക്ഷെ ഇവൻ ജീവിക്കുന്നുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവന്റെ ലക്ഷ്യം അതാണ്, ഇവന് നാട്ടിലൊരു വീട് വെക്കണം, മനസ്സിലായോ? ആ ഒരു ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ അവൻ ഹാപ്പി അല്ലേ? അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഹാപ്പിയാണ്. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും അവൻ നോക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ ആവില്ല. ഇവര് ചിന്തിക്കുന്നത് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ആവും, ഇവരെ ആഗ്രഹങ്ങൾ വേറെ ആവും. പക്ഷെ അതിലോട്ട് എത്താൻ ഇവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആ കറൻസി വാല്യൂ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും തുടങ്ങിയാൽ തന്നെ, സ്വന്തമായിട്ടൊരു സാധനം തുടങ്ങിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കല്ലേ. അതായത് $3,000 പൗണ്ട്, മനസ്സിലായോ? അതാണ് ഒരു ആവറേജ് ഇപ്പോൾ ഇന്ത്യൻസ് വാങ്ങുന്ന ഒരു പേ ഔട്ട്. 3,000-3,500 പൗണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്, മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ടീഷർട്ട് പറഞ്ഞ ഒരു 100 ടീഷർട്ട് ഇട്ടാൽ മതി ഒരു മാസം, മനസ്സിലായോ? 40 പൗണ്ടിന് അല്ലെങ്കിൽ ഒരു 30 പൗണ്ടിന് നമ്മളൊരു 100 ടീഷർട്ട് ഇട്ടാൽ മതി. എത്രയായി? 3,000 പൗണ്ടായില്ലേ? അതെ, അങ്ങനെ ഒരു സാധനം ഉണ്ട് അവിടെ, അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതായത് നമ്മളെപ്പോഴും ആൾക്കാരെല്ലാരും ജോലി ചെയ്യുന്ന ഇതാ, അവിടെ നമുക്കും കിട്ടണം. മനസ്സിലായി. ആ ഒരു സാധനത്തിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു, അതായത് വെറൈറ്റി സ്കില്ലുണ്ടെങ്കിൽ അതും മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണല്ലേ അവിടെ. നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ മോണിറ്റൈസ് ചെയ്ത്. സ്കില്ലിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, മനസ്സിലായോ? അവിടെ സ്കിൽഡ് ജോബ്സ് എന്നാ പറയുന്നത്, മനസ്സിലായോ? സ്കിൽഡ് ജോബ്. അതായത് നമ്മുടെ നാട്ടിലെ പ്ലംബർ ഇല്ലേ, പ്ലംബർ നമ്മുടെ നാട്ടിലൊക്കെ എന്താ വില, മനസ്സിലായോ? അവിടെയൊക്കെ സ്കിൽഡ് വിസയിൽ വരുന്നതാ അത്. കാർപ്പൻറ്റർ നമ്മുടെ നാട്ടിലെന്താ, അതായത് മനസ്സിലായോ? അവിടെയോ കാർപ്പൻറ്റർ, അവന്റെ സ്കില്ലാണത്, മനസ്സിലായോ? നമ്മുടെ നാട്ടില് ഡോക്ടർ, എഞ്ചിനീയർ അല്ലേ, ഇപ്പൊ നേഴ്സുമാര് അല്ലേ. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇപ്പൊ വേണ്ട നേഴ്സുമാരെ ലിസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന്റെ കുട്ടികൾ പഠിക്കുന്നതിന്റെ ഒരു 5:1 റേഷ്യോയിൽ മതി നമുക്കിപ്പോ നേഴ്സുമാരെ, മനസ്സിലായോ? ബാംഗ്ലൂരൊക്കെ ഒരു ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയിൽ നഴ്സിംഗ് കോളേജാ. അങ്ങനെയാണ് കോളേജുകൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ക്വാളിറ്റി ഉണ്ടാവോ എനിക്കറിയത്തില്ല. അത് നമുക്ക് മനസ്സിലായോ? പേഷ്യൻസ് വേണ്ടേ ഇവർക്ക്, ആ ഒരു എക്സ്പോഷർ കിട്ടണ്ടേ ഇവർക്ക്. ഈ എനിക്കറിയത്തില്ല, ഇപ്പോഴും വേണമെങ്കിൽ കയറാൻ പറ്റുമോ നഴ്സ് പ്രൊഫഷനും? ഐടിക്ക് ഇപ്പോഴും കയറാമല്ലോ. ഇപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, പരീക്ഷകള് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ പ്ലേസ്മെന്റ്സ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് നഴ്സിംഗ് സ്റ്റുഡൻസ് ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ അതായത് നഴ്സിംഗിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എന്ത് ചെയ്തു? നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ തുടങ്ങി. ഇവിടുന്ന് പഠിച്ചിട്ട് എക്സാം എഴുതി പോകണ്ട, ഞാൻ അവിടെ തന്നെ പഠിച്ചാൽ മതിയല്ലോ, പ്രശ്നം തീർന്നില്ല. മനസ്സിലായോ? അപ്പൊ കുറച്ചുകൂടി ജോലിക്ക് കിട്ടാനും സുഖമായിരിക്കും അവിടെ തന്നെ. അവർക്ക് നഴ്സിംഗിന് പോവാണെങ്കിൽ അടിപൊളിയാണല്ലേ, പഠിക്കാൻ. അങ്ങനെ പോകാൻ പറ്റും ഇവിടുന്ന്? അതായത് നമ്മുടെ നാട്ടിലൊക്കെ നഴ്സിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 10-15 ലക്ഷം രൂപ മൊത്തം പാക്കേജ് ഇപ്പോഴത്തെ സ്റ്റേജ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അതേ കോഴ്സ്, അതേ സിലബസ്, അതേ കോളേജ് നമ്മൾ 15 ലക്ഷം രൂപ കൊടുത്തിട്ട് പഠിക്കണേ. അതാണ് ഞാൻ പറഞ്ഞ ട്രെൻഡ്. നമ്മുടെ നാട്ടില് ഇതിന് ഇത്ര ചെലവുണ്ട്, മനസ്സിലായി? ഇത് പഠിപ്പിക്കാൻ നമുക്ക് ഇത്ര ചെലവുണ്ട്, അപ്പൊ അതിന് ഇത്രയൊന്നും വാങ്ങുന്നില്ല. നമ്മുടെ നാട്ടിൽ ട്രെൻഡ് ഇതാ. ഇപ്പൊ ഈ ട്രെൻഡിന് നമുക്ക് എന്തും വെക്കാം, മനസ്സിലായോ? അപ്പൊ നഴ്സിംഗ് 15 ലക്ഷം രൂപ പോട്ടെ, 15 ലക്ഷം രൂപ വിൽക്കട്ടെ, ആ ഒരു സാധനമാണ്. അപ്പോൾ ഈ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 40 ലക്ഷം രൂപ, 45 ലക്ഷം രൂപ. UK ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി 3 വർഷം നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 40-45 ലക്ഷം രൂപ ആവും ഫീസ് വരും 3 വർഷത്തേക്ക്. 3 വർഷത്തേക്ക്. അതും ഇതേമാതിരി പാർട്ട് ടൈം ഒക്കെ എടുക്കാൻ പറ്റുന്ന ഇതാവും, അതോ ഫുൾ ടൈം തന്നെ ആവും?
അത് അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്നതാണ്. അപ്പോൾ പക്ഷേ സെറ്റിൽ ചെയ്യാന്നുള്ള രീതിയിൽ അത് ചെയ്യേണ്ടി വരും അല്ലേ? ഇത് ജോലി കേറിയിട്ട് വീട്ടിലൊന്നും നടക്കത്തില്ല. പോസ്റ്റ് ഗ്രാജുവേറ്റിനൊക്കെ പോകുമ്പോഴോ? പോസ്റ്റ് ഗ്രാജുവേറ്റിന് ഒരു ഗുണം എന്ന് വെച്ചാൽ 1 ഇയർ കോഴ്സ് ഉള്ളൂ. അതായത് 15 ലക്ഷം രൂപ എന്തുള്ളൂ ഫീസുള്ളൂ. അതായത് ഇവനൊരു 1000 പൗണ്ട് വെച്ചിട്ട് സേവ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഒരു 2000 പൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ അവിടെ ജീവിക്കാലോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാലോ. നമുക്ക് 1000 പൗണ്ടിനും ജീവിക്കാം, 2000 പൗണ്ടിനും ജീവിക്കാം, 3000 പൗണ്ടിനും ജീവിക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ചോയ്സ് ആണത്. അപ്പോൾ ഈ ലോൺ അടക്കാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 2500 പൗണ്ടൊക്കെ എന്തായാലും പാർട്ട് ടൈം എന്നല്ല ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. ഈ സ്റ്റേ ബാക്ക് പീരീഡിലൊക്കെ കിട്ടും. അപ്പോൾ അവനൊരു 1000 പൗണ്ട് വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാം. അതായത് ഇപ്പോൾ ബാങ്കുകളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബാങ്കുകൾ കുറേ അസോസിയേറ്റഡ് ആണ് നമ്മളെ കമ്പനീസിനായിട്ട്. കാരണം ലോൺ ഞങ്ങൾ കൊടുക്കാം എന്ന് പറയുന്ന ബാങ്കുകളുണ്ട്. ലോൺ ഞങ്ങൾ കൊടുത്തോളാം, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് സിബിലുണ്ടോ കുഴപ്പമൊന്നുമില്ല, കൊളാട്രലുണ്ടോ, ഞങ്ങൾ ലോൺ കൊടുത്തോളാം. അതായത് ഇപ്പോൾ കൊളാട്രൽ പോലും വേണ്ട. മനസ്സിലായോ? 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ കൊളാട്രൽ ഇല്ലാതെ. കാരണം എന്താ? 95% 90% ഒക്കെയാണ് ഇതിന് റിട്ടേൺ അടക്കുന്ന ആൾക്കാരെ. അത് 90% 95% ആൾക്കാർ ലോൺ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടിപൊളിയാണല്ലോ. അടിപൊളിയാണ്. അതുകൊണ്ടായിരിക്കും ബാങ്ക് കൊടുക്കണല്ലേ. പിന്നെ കൊളാട്രൽ അവർ മേടിച്ചു വെക്കുന്നുണ്ട്. മടിയന്മാർക്ക് പറ്റിയതല്ല. മനസ്സിലായോ? നാട്ടിലൊരു പണിയുമില്ല, എവിടെയാണെങ്കിലും പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റൂല. ഇത് ഫസ്റ്റ് ലോജിക്ക് അതാണ്. എവിടെയാണെങ്കിലും പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ പണിയെടുക്കുന്ന, അതായത് നമ്മൾ ഇവിടെ പണിയെടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവാം. മനസ്സിലായോ? നമുക്ക് നല്ല വീട് കിട്ടും, നമുക്ക് പോയി വരാൻ ഒരു വണ്ടി ഉണ്ടാവും. ഫ്രീഡം കിട്ടും, പേഴ്സണൽ സ്പേസ് കിട്ടും. അതൊക്കെ അവിടെ പോയി ചെക്കന്മാരെ എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളിവിടെ ഇന്ത്യയിൽ നിന്നുള്ള ഓനെന്താ ചെയ്യുന്നുള്ള ആ ഒരു സോഷ്യൽ ഇതില്ലാതെ ഒരു കാറ്റഗറി ഓഫ് ജോബ്സ് ഫുള്ളാണ്, അങ്ങനെ തന്നെ പറയാം. അതായത് നമ്മളെ നാട്ടിലൊക്കെ കൂടുതൽ പേരും ഓപ്റ്റ് ചെയ്തിരുന്ന ജോലി ഒരു ഏരിയ ഫുള്ളാണ്. പക്ഷെ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ് എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ UK പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിപൊളിയാവും എന്തായാലും. കാരണം ഇന്ത്യയിൽ നിന്നിട്ട് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. മനസ്സിലായോ? ആ ഒരു മൈൻഡ് സെറ്റിലും കൂടി പോകണം. അതായത് ആ രാജ്യത്ത് പോകുമ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി എവിടെയാണ്, അവിടുത്തെ സിറ്റി ഏതാണ്, അപ്പോൾ അവിടുത്തെ എത്ര പോപ്പുലേഷൻ ഉണ്ട്, അവിടുത്തെ ഏതൊക്കെ കാറ്റഗറി ഓഫ് ജോബ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ നോക്കണം. അവിടുത്തെ ഏരിയയിൽ അക്കോമഡേഷൻ എത്ര വരുന്നുണ്ട് നമുക്ക്. അതായത് നല്ലൊരു റിസർച്ച് ഇതിന്റെ പിന്നിൽ നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ പോണ സ്ഥലം ഏതാണെന്നും അവിടുത്തെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു റിസർച്ച് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന്. മുന്നത്തെ പോലെ ഒന്നല്ലല്ലോ, ഇപ്പൊ അത്രയും യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അത്രയും ഇൻഫർമേഷൻസ് അറിയാൻ അത്രയും ചാനൽസ് ഉണ്ട്, ChatGPT ഉണ്ട്. അപ്പോ അത് നമ്മൾ നോക്കാത്തത് കൊണ്ട് അവിടെ എത്തിയിട്ടാണ് എല്ലാം റെഡിയാക്കുക എന്നുള്ള സാധനമല്ല, നമ്മൾ ഇവിടെ തന്നെ പഠിച്ചു തുടങ്ങണം. അതായത് നമുക്കൊരു 3 മാസം 4 മാസത്തോളം പ്രോസസ്സിങ് ടൈം വരും ഒരു സ്റ്റുഡന്റിന് അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ. അത് അവനെ റിസർച്ച് പീരീഡ് ആയിട്ട് എടുത്താൽ മതി, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരും ഈ പാർട്ട് ടൈം എന്നുള്ള സാധനത്തെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കാനാണല്ലോ പോയിട്ടില്ലേ, അത് അവിടുത്തെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിക്കാണ് നിങ്ങൾ പോയിട്ടില്ലേ. ചോദ്യമുണ്ട്. അവിടുത്തെ ആ പഠനം കഴിഞ്ഞിട്ടേ ആ PG വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു നല്ല ജോലി അല്ലെങ്കിൽ അങ്ങനെ അത് പോസിബിൾ ആണോ? എന്താ ജോലി NIT പ്ലേസ്മെന്റ് എത്രയാ അറിയോ? ഇല്ല, എനിക്കല്ല. 100% NIT ഒക്കെ മനസ്സിലായോ? അതായത് അവനെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവനെ പിക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ NIT കഴിഞ്ഞ ആളെ ഞാൻ ഇന്റർവ്യൂ പോലും എടുക്കത്തില്ല. മനസ്സിലായോ? NIT IIM എന്നൊക്കെ കഴിഞ്ഞവനെ ഞാൻ അവനെ എന്ത് ചെയ്യും, എന്തിനാണ് അവനെ ഇനി നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യും. മനസ്സിലായോ? അവനെ കയറ്റിയിരുന്നില്ല, നീ എന്താ പഠിച്ചത് നോക്കട്ടെ. മനസ്സിലായോ? അത്ര എക്സ്പോഷർ കൊടുക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു യൂണിവേഴ്സിറ്റി പോയിട്ടാണ് ഇവൻ പഠിക്കുന്നത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അവിടെ പ്ലേസ്മെന്റ്സ് ഉണ്ട്, അവിടെ കമ്പനീസ് ഉണ്ട്, അവിടെ പ്ലേസ്മെന്റ് സെല്ലുകളുണ്ട്, അവിടെ നമുക്ക് പോയി പിച്ച് ചെയ്യാം. മനസ്സിലായോ? അതൊന്നും നമ്മുടെ നാട്ടിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ. എവിടെങ്കിലും ആയിട്ടൊന്ന് ഏതെങ്കിലും ഒന്ന് കൊളത്തിയാൽ മതി അല്ലേ, നമുക്കൊരു വിസയായി അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി. നൈസ്. സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങും. അതന്നെ ഈ സജസ്റ്റ് ചെയ്യല്ലേ? ഞാനൊരു ഓൺട്രപ്രണർ അല്ലേ, അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ കമ്പനി തുടങ്ങുക എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
അത് എന്റെ സ്റ്റൈലാണ്. അതായത് എന്റെ താല്പര്യം അങ്ങനെയാണ്. എല്ലാരും ജോലി ചെയ്യുന്നത് എന്തിനാ, എല്ലാരും ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കൂടെ. അത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തുനിന്ന് നിങ്ങൾ പോവാ, ഇവിടുത്തെ പ്രൊഡക്ട്സ് ഇവിടുത്തെ പ്രൊഡക്ട്സ് കിട്ടുന്നത് അത്രയും ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അതായത് അവർക്ക് ആവശ്യമുള്ള അവർക്ക് നീടുള്ള സാധനങ്ങൾ നമുക്ക് അത്രയും ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോ ഫോട്ടോക്കെ വന്നിട്ടുണ്ടല്ലോ, ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ, ഷിപ്പൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക, അവിടെ എന്താ വേണ്ടേ, ഇവിടുന്ന് നല്ലൊരു ബയറെ കണ്ടുപിടിക്കുക, അവിടെ പോയിട്ട് നല്ലൊരു സെല്ലറെ കണ്ടുപിടിക്കുക. UK ഇപ്പൊ ഈ 2.5 വർഷം നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിനാണെങ്കിലും 2.5 വർഷമാണ് അവിടെ കിട്ടുന്നെങ്കിലും അവിടെ പ്രിഫർ ചെയ്യുകയെ പറയുകയാണെങ്കിൽ കുട്ടികൾ മലയാളികൾ പോവുകയാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയും ഒരു രാജ്യമുണ്ട്, ഇങ്ങനെയും നിങ്ങൾക്ക് ജീവിക്കാം. മനസ്സിലായോ? ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആവും. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആവും. കാരണം ഇങ്ങനെ ജീവിക്കണോ എന്നുള്ള വ്യത്യാസം വരും. മനസ്സിലായോ? അതെന്ന് പറയുമ്പോൾ ബാക്കി അച്ചടക്കമില്ലാത്തൊരു രാജ്യമാണ് നമ്മളെ. ഞാൻ ബാക്കിയുള്ള അതിപ്പോൾ എത്ര ദാരിദ്ര്യം, ഇപ്പം ഞാൻ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യത്ത് ഒരു യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ 600 രൂപ ATM നിന്ന് എടുത്തപ്പോൾ എനിക്ക് വന്നത് 1 ലക്ഷം രൂപ നോട്ടാണ്. 1 ലക്ഷം രൂപയുടെ ഒരു നോട്ട് 600 രൂപയായിട്ടാണ്. 630 രൂപ എങ്ങനെയാണ് അവിടുത്തെ 1 ലക്ഷം രൂപ. മനസ്സിലായോ? പക്ഷെ അവരെ എക്സ്പ്രസ് ഹൈവേസ്, അവരെ മെട്രോ, അവരെ ബുള്ളറ്റ് ട്രെയിൻ, മനസ്സിലായോ? അവരെ നീറ്റ് അതായത് ഫിഷ് മാർക്കറ്റ്, അതായത് നമ്മുടെ മീറ്റ് മാർക്കറ്റൊക്കെ ഇല്ലേ, നമ്മുടെ മാള് പോലെ ഉണ്ട്. മനസ്സിലായോ? അത്രയും നീറ്റായിട്ടാണ്. അത്രയും ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഈ കറൻസി വാല്യുവേഷനിൽ ഭയങ്കര വ്യത്യാസം നിൽക്കുന്ന ഈ രാജ്യം പോലും അത്രയും നീറ്റായിട്ടാണ് ആ രാജ്യത്തിനെ കൊണ്ടുപോകണേ. ഇന്ത്യക്കാർ UK പോയിട്ട് ഇന്ത്യക്കാരായിട്ടാണ് നിൽക്കുവോ, UK കാരനായിട്ട് നിൽക്കാതെ? അതാണോ ചെയ്യുന്ന മിസ്റ്റേക്ക്? അത് ഒരു വലിയൊരു മിസ്റ്റേക്കാണ്. UK തന്നെ പ്രിഫർ ചെയ്യാം അങ്ങനെ പറയാൻ പറ്റില്ല. അതിപ്പോൾ നമുക്ക് മുന്നേ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഈസി ആക്സസബിൾ UK ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് വിസ കിട്ടുന്ന, റിജക്ഷൻ റേറ്റ് കുറവുള്ള, എന്നാൽ പോയാൽ പണി കിട്ടുന്ന, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 1ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, നമുക്ക് എന്താ ഇംഗ്ലീഷ് അറിയാം. അതായത് നമുക്ക് മനസ്സിലാവും എന്നുള്ള സാധനമെങ്കിലും ഉണ്ട്, ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ജോബ് കിട്ടൽ ഭയങ്കര ഈസി ആയിരുന്നു. എന്നാൽ ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാണ്ടോ? അവർ ഒരുമാതിരി ജർമ്മൻ ലാംഗ്വേജ് ലോകം മൊത്തം സ്പ്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുടെ അടുത്ത് ഇംഗ്ലീഷ് പോയി സംസാരിച്ച കാര്യമില്ല. അപ്പോൾ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. ഇറ്റാലിയൻ ലാംഗ്വേജ് ഉണ്ട്, സ്പെയിനിൽ സ്പാനിഷ് ഉണ്ട്. അതേപോലെ എല്ലാ രാജ്യങ്ങളിലും മനസ്സിലായി. ഇവരെ കാണുമ്പോൾ കൊടുത്തിട്ടാണെങ്കിൽ ഇവർക്ക് ഓരോ ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ നമുക്ക് ജോബ് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ ജർമ്മനി ഈ ഭാഷ നല്ല രീതിക്ക് സംസാരിച്ചാൽ നമുക്കിപ്പോൾ അവിടെ ആ രാജ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പോവാം. യെസ്, നമുക്ക് ലാംഗ്വേജ് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രാജ്യങ്ങളൊക്കെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ ശരിക്കും യൂറോപ്പ് ഓപ്പൺ ആണ്. യൂറോപ്പ് മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിലുള്ള യൂറോപ്പ് കോണ്ടിനെന്റിൽ വരുന്ന കുറേ കൺട്രീസ് നമുക്ക് ഓപ്പൺ ആണ് പഠിക്കാൻ. ഏഷ്യയിൽ തന്നെ പല കൺട്രീസ് ഓപ്പൺ ആണ്. ഇപ്പം നമ്മുടെ റിക്വയർമെൻ്റ് ആണ്. അതാണ് നമ്മൾ ആ ട്രെൻഡ് എന്നുള്ള സാധനത്തിൽ നിന്ന് മാറ്റി നിർത്തി നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള രാജ്യങ്ങൾ റിസർച്ച് ചെയ്ത് നമ്മുടെ നീഡ് മനസ്സിലാക്കി ചൂസ് ചെയ്യുന്ന വയസ്സായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ജർമ്മനിയിലും ഇപ്പോൾ ജർമ്മനി അല്ലെങ്കിൽ ഇറ്റലിയിലൊക്കെ പോകുമ്പോൾ അവിടെയും സ്റ്റേ ബാക്ക് ഒക്കെ ഈ UK അതേ റൂൾസ് ആണോ അതോ അവിടെ വേറെയാണോ? അതിനേക്കാൾ ബെറ്റർ ഓഫർ വരുന്ന കൺട്രികളുണ്ട്. യെസ്, ഇപ്പോൾ ജർമ്മനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 years സ്റ്റേ ബാക്ക് ഉണ്ട്, ഇറ്റലി സ്റ്റേ ബാക്ക് ഉണ്ട്. ജർമ്മനിലൊക്കെ ഒന്നും അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഒന്നും ഫീസില്ല, ട്യൂഷൻ ഫീസ് ഇല്ല. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് പഠിച്ചാൽ മതി. യെസ്, അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫീസ് ഇല്ല. നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട്, അതായത് അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മെറിറ്റ് സീറ്റ് കിട്ടുവാണ്. അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്ന പോലെ തന്നെ അവിടുത്തെ രാജ്യത്തെ ഗവൺമെന്റ് കോളേജിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് മെറിറ്റിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും, കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല പ്രൊഫൈലാണ്, നല്ല മാർക്ക് ഉണ്ട്, അവൻ ചൂസ് ചെയ്യുന്ന കോഴ്സിനെ കുറിച്ച് അവനൊരു ധാരണയുണ്ട്, അവൻ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അവന് ധാരണയുണ്ട്, ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവനറിയാം. അപ്പോൾ അതിൽ അവന് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഓപ്പർച്യൂണിറ്റീസ് വളരെ
കൂടുതലാണ്. ഓ യെസ് യെസ്. UK എന്ന് പറഞ്ഞാണ്ട് നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്താണ് ഡിസിഷൻ എടുക്കുന്നത് ട്രെൻഡ് ബേസിസിലാണ്. ഇപ്പൊ UK പോകുന്നതാണ് ട്രെൻഡ്. അതെ, ഇപ്പൊ അത് മാറി. ഇപ്പൊ UK എന്നുള്ളത് എല്ലാവരും പറയുന്നില്ലല്ലോ, കുറെ പേര് മാറി ചിന്തിച്ചു തുടങ്ങിയില്ലേ. അതായത് UK ഇപ്പൊ കുറെ നെഗറ്റീവ്സ് കേൾക്കുന്നുണ്ട്. അത്ര ഇന്ത്യക്കാരില്ലേ? ഇപ്പൊ മുട്ടിന് ഇന്ത്യക്കാരുള്ള സ്ഥലമായിട്ടാ UK കാണണേ. എവിടെ പോയാലും അവിടെ ഇന്ത്യക്കാരുണ്ട് എന്നുള്ള ഇതിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ UAE ഇന്ത്യൻസ് അല്ലേ. അതായത് അവിടെ ആകെ 1 കോടി ജനങ്ങളുള്ളൂ. അതായത് 40 ലക്ഷം മലയാളികളാന്ന് പറയുന്നത്. ഇന്ത്യക്കാരാന്നല്ല, 40 ലക്ഷം മലയാളികളാന്ന് പറയുന്നത്. ആകെ 1 കോടിയുള്ള ഒരു രാജ്യത്ത് 40 ലക്ഷം, അവിടുത്തെ ആൾക്കാർ 20 ലക്ഷം ഉള്ളൂ. മനസ്സിലായോ? ആ രാജ്യത്തെ ആൾക്കാർ 20 ലക്ഷം ഉള്ളൂ. അപ്പോൾ അതിൽ കാര്യമില്ല. നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് അവിടെ ജോലി ഉണ്ടോ, നമുക്ക് അവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നല്ല നമ്മൾ നോക്കണ്ടേ. ഇന്ത്യക്കാരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ പോയിരിക്കുന്നതിൽ അതെ നമ്മളതിൻ്റെ ഉള്ളില് ഇടിച്ചു കെട്ടി നമ്മളെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആയേ പറ്റൂ. അത് നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുത്തല്ലാതെ നമുക്കൊരു ഇതില്ല. അത് മടിയന്മാർക്ക് വീട്ടിലിരുന്നോ ഫുഡ് കിട്ടില്ലേ, പുറത്ത് പോയിട്ട് ഫുഡ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണിയെടുത്താലേ ഫുഡ് കിട്ടത്തുള്ളൂ. പിന്നെ പണി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ കാര്യം. അത് മനസ്സിലായോ? നിങ്ങളിപ്പോ അപ്പുറത്തുള്ള റൂമിലുള്ള ആൾക്കാരെല്ലാവരും കെയർ ഹോമിലാണ് വർക്ക് ചെയ്യണേ. എനിക്കും കെയർ ഹോമിൽ ജോലി കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ഹോമിൽ ജോലി ഉണ്ടാവില്ല. മനസ്സിലായോ? അതല്ല നിന്റെ സ്കില്ല് എന്താ. എനിക്ക് ഇന്ന സ്കില്ലുണ്ട്, അപ്പോൾ ഇന്ന സ്കില്ല് വെച്ചിട്ട് എനിക്ക് ഇന്ന കമ്പനീസിൽ അപ്രോച്ച് ചെയ്യാം. ഇന്ന കമ്പനീസ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവന് കിട്ടും. അവൻ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ? നമുക്കിപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഫാഷൻ അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? യെസ്, ഫാഷൻ. അതായത് UK ഫാഷൻ സെൻസ് എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും ഒരു ഫാർ ബെറ്റർ ആണ്. മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ ഒരു ഫാഷൻ ആയിട്ട് നമ്മൾ കോമ്പറ്റ് ചെയ്യാൻ പോകുമ്പോൾ ചലഞ്ചാണ്. അവിടെ വർക്കിന് കയറിക്കൂടെ അറ്റ്ലീസ്റ്റ്? കാരണം ആ സ്കില്ല് വേണ്ട ഒരു ഏരിയ അല്ല അത്. അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്തൂടെ? അതായത് നമ്മളിപ്പോ ഇവിടുന്ന് ഇപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സുകൾ ഏതൊക്കെയാ? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺട്രിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യുന്ന BBA എന്നല്ല ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റിംഗ്, അതല്ലെങ്കിൽ സെയിൽസ്, HR. നമുക്ക് കേട്ട് പരിചയമുള്ള അപ്പുറത്തെ വീട്ടിൽ ആരോ പഠിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ള കോഴ്സ് പഠിക്കാനല്ലേ പോകുന്നേ. അതല്ലാതെ എൻ്റെ സ്കില്ല് ഇതാണ്, ഞാൻ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ഫ്യൂച്ചറാണ് എന്ന് വിചാരിച്ചിട്ട് പോകുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ട്. അത് വെറുതെ ഒരു കോഴ്സ് എടുക്കാതെ നമ്മളെ സ്കില്ലിനനുസരിച്ച് ഒരു കോഴ്സും കൂടി എടുക്കുകയാണെങ്കിൽ നൈസാണ്. അപ്പൊ അവൻ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായി. അതായത് ഞാൻ ബിസിനസ് ചെയ്യുന്നത് എന്റെ താല്പര്യമാണ്, അതുകൊണ്ട് ഞാൻ അതിൽ എത്ര എഫേർട്ട് ഇടും. ഞാൻ ചിലപ്പോൾ രാത്രി 2 മണിക്ക് മീറ്റിംഗ് എടുക്കും. മനസ്സിലായോ? അപ്പൊ ആ ഒരു താല്പര്യമുള്ള ജോലിയാണ് അവൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇത് ഇവന് താല്പര്യമുള്ള ജോലിയല്ല, ഇവൻ എന്തെങ്കിലും ചെയ്താൽ മതി, എനിക്ക് കാശ് മാത്രം മതി, അങ്ങനത്തെ സാധനങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് UK എന്നല്ല, അത് ഏത് രാജ്യത്താണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ്. നോ യുവർ സ്ട്രെങ്ത്. അതെ, നമ്മളെന്താണ്, നമുക്ക് എന്താ പറ്റുക എന്നുള്ള ഒരു നോളജ് ഉണ്ടാക്കിയിട്ട് തീരുമാനിക്കണം ഞാൻ ഏത് രാജ്യത്ത് പോകണം എന്നുള്ളത്. അപ്പോൾ ഇത് ഇപ്പൊ UK എന്ന് മാത്രം പറഞ്ഞ് ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വേറെ എത്രയോ രാജ്യങ്ങളുണ്ട്. ഇപ്പോ മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞിട്ടൊരു കൺട്രി ഉണ്ട്. ഞാനിപ്പോ റീസെന്റ് ഇപ്പോ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയ ഒരു കൺട്രിയാണ് മോണ്ടിനെഗ്രോ. അതെ, അതായത് അവിടേക്ക് മോണ്ടിനെഗ്രോ ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ ആ ലാംഗ്വേജ് മാറിയിട്ട് ഇവർ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വർഷം. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളവർക്കും അവിടേക്ക് ചെല്ലാം. യെസ്. ഈ യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിൽ 600 വരുന്ന യൂണിവേഴ്സിറ്റിയാണ് മോണ്ടിനെഗ്രോ യൂണിവേഴ്സിറ്റി. അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. അതായത് അവിടുത്തെ നമ്മുടെ IIM ഒക്കെ ഇന്ത്യയിലെ IIM ഒക്കെ പറയുന്ന പോലെ അവര് നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ഒറ്റ പ്രോഗ്രാം അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഒരു ട്രയൽ റൺ എന്ന പോലെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കോഴ്സ് മാത്രമാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർ പറയുന്നത് നിങ്ങൾ പഠിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ജോലി ഞങ്ങൾ തരാം. നിങ്ങൾ ജോലി നോക്കി നടക്കണ്ട, ജോലി ഞങ്ങൾ തരാം. അപ്പോൾ ഓൾറെഡി നമ്മള് സ്റ്റുഡൻസ് വിസന്റെ കൂടെ നമുക്ക് ജോലിയും കൂടി യൂണിവേഴ്സിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യും ജോലി. നിങ്ങൾക്ക് ഒരു €500 to €600 വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഏണിംഗ്. എഡ്യൂക്കേഷൻ പീരീഡ് അല്ലേ? 18 വയസ്സായി 19 വയസ്സായിട്ടുള്ള അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. 18 വയസ്സായി 19 വയസ്സായിട്ടുള്ള കുട്ടികളാണല്ലോ പോകുന്നത്. ഫീസും വളരെ കുറവാണ്. €3500 ഫീസുള്ളൂ. അതായത് 3.5 ലക്ഷം ഫീസ് ഉള്ളൂ ഇയർലി. 3 വർഷത്തിനും കൂടെ ഒരു 10 ലക്ഷം ഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസണബിൾ ആണ്. നല്ല കൺട്രിയാണ്. പക്ഷെ കുറച്ച് സീറ്റ്സ് ഇപ്പൊ ഉണ്ടാവുള്ളൂ അല്ലേ? അതായത് 120 സീറ്റ്സ് ഒക്കെ ഉള്ളു. ആ ഒരു ട്രയൽ റണ്ണാണ്. പക്ഷേ അതാന്ന് പറയുമ്പോൾ നമ്മൾ മോണ്ടിനെഗ്രോ എന്ന് പറയേണ്ട
ഒരു കൺട്രി അല്ല അത്. ആകെ 25 ലക്ഷം പേരുള്ള ചെറിയ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ രാജ്യമാണ്. അതായത് നമ്മളുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഈ രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇടുക്കി എടുത്തിട്ട് നമ്മളുടെ എവിടെയാ ആലപ്പുഴയിൽ കൊടുന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ആ കൺട്രി. അതായത് അത്രയും പച്ചപ്പും അതായത് ടൂറിസം കൺട്രിയാണ്. അതായത് US നിന്നൊക്കെ 10 ഫ്ലൈറ്റ് ഉണ്ട് അത്ര മോൺട്രിയോയിലോട്ട് പെർ ഡേ. അപ്പൊ അത്രയും ആൾക്കാർ വരുന്നുണ്ട്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതായത് US നിന്നും UK നിന്നൊക്കെ 10 ഫ്ലൈറ്റ് ഉണ്ടെന്ന് ആ കൺട്രിയിലോട്ട് പെർ ഡേ. അപ്പൊ അത്രയും വിസിറ്റേഴ്സ് വരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മനസ്സിലായോ, ടൂറിസത്തിലും കാര്യങ്ങൾക്കൊക്കെ. ടൂറിസം വരാതെ തന്നെ പൈസ ഇറങ്ങുന്നുണ്ട്, നമ്മള് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അതെ, ജോലി സാധ്യത. അതായത് യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾ പഠിക്കാൻ വരൂ, നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിനുള്ള പാർട്ട് ടൈം ജോബ്സ് ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരാം, മനസ്സിലായോ. പിന്നെ അത് ചെറിയ നമ്പേഴ്സല്ലേ ഉള്ളൂ, മനസ്സിലായോ. ഒരു 150-200 സ്റ്റുഡൻസ് ഒക്കെയാണ് മാക്സിമം അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ജോലി കൊടുക്കാൻ ആ യൂണിവേഴ്സിറ്റിക്ക് പറ്റുന്നുണ്ടാവും. അപ്പോ അത് പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ ഇനീഷ്യൽ റൺ ആണല്ലേ, ട്രയൽ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും, ചെയ്ത് നോക്കുകയാണ്. അവർ വർക്ക് ഫോഴ്സിലേക്ക് എടുക്കാൻ ആൾക്കാർ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന അവിടുത്തെ 80% ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും. അതായത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടും പിന്നെ UK നിന്ന് US നിന്നൊക്കെ ഇത്രയധികം എന്താണ് ട്രാവലേഴ്സ് വരുന്നതുകൊണ്ടും ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടും അവർക്ക് ഇംഗ്ലീഷ് അറിയാം. സോ അതും ഒരു ബാരിയർ അല്ല. അതായത് അതായത് നമ്മളിൽ കുറച്ച് ബഡ്ജറ്റ് കുറവാണ്, നമുക്ക് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണ് എന്ന് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് മോണ്ടിനെഗ്രോ. നല്ല ഓഫേഴ്സ് ആണ് അവർ കൊടുക്കുന്നത്. വേറെ അല്ല, എന്നാലൊന്ന് പറയണേ, മോണ്ടിനെഗ്രോക്ക് ഇപ്പൊ ഈ ഇതിലാണ് എടുക്കുന്നത്, അതായത് സെപ്റ്റംബറിലേക്ക് ആൾക്കാരെ ആവശ്യം. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഫ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരെ ആയി തുടങ്ങിയിട്ടുണ്ടോ? അത് എന്തായാലും കിട്ടും, താല്പര്യക്കാരുണ്ടാവില്ലേ ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മൾ 1-2 വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും നമുക്ക് 600-700 എൻക്വയറീസ് വന്നിട്ടുണ്ട്, എൻക്വയറി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താ അറിയില്ലല്ലോ, അവിടെ ഫസ്റ്റ് പോവല്ലേ, ഫസ്റ്റ് ബാച്ച് ആണ്. അപ്പോ അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവും. നമുക്കും അവര് പോയിട്ട് വേണം അവിടെ ഒന്ന് സെറ്റാക്കി വെക്കാൻ, സ്റ്റേബിൾ ആക്കി വെക്കാൻ. പക്ഷെ അവർ മൈഗ്രേഷൻ തീരെ ഫ്രണ്ട്ലി അല്ല. അതായത് അവിടെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോവാം, ഇവരെ വിസയില് ഒരാളെ കൊണ്ടുപോവാം. അതായത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളെ കൊണ്ടുപോവാം, അതായത് വൈഫോ കുട്ടികളോ കൊണ്ടുപോവാം. പക്ഷെ ഈ വിസയിൽ അവരത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, കൊടുക്കത്തില്ല എന്ന്. അവരുടെ വിസയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ ഡിപ്പെൻഡന്റ് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഈ ഇൻടേക്കിൽ എന്തായാലും അവർ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മൈഗ്രേഷൻ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവിടെ വന്ന് നിൽക്കണ്ട, നിങ്ങൾ അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൊയ്ക്കോളി എന്നുള്ള സാധനത്തിലാണ്. അങ്ങനെയല്ല, സെറ്റിൽമെന്റ് ഓപ്ഷൻസ് അവർ പറയുന്നുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർ പറയുന്നുണ്ട്, 100% പ്ലേസ്മെന്റ് പറയുന്നത്. പോയ പണി ഉറപ്പാണ്. 100% പ്ലേസ്മെന്റ് പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ഒരു നാട് വിട്ട് ഓടി വാ എന്ന് ഉള്ള രീതിയിൽ അവർ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, മനസ്സിലായി. ആ രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നാട് വിട്ട് ഓടി വാറിട്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഉണ്ടോ? കുറെ രാജ്യങ്ങളുണ്ട്, കുറെ ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോ നമ്മളുടെ നെതർലാൻഡ്സിലെ ഒരു ഐലൻഡിൽ അവിടെ ആകെ 350 ഫാമിലി എങ്ങാനുള്ളൂ. ആ ഐലൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല, പക്ഷെ ഇതൊക്കെ ഇൻഫോർമേഷൻ ആണ്. ആൾക്കാർക്ക് താല്പര്യം അതും ചെയ്യാൻ റെഡി ആയിട്ടാണ്. അപ്പോൾ നെതർലാൻഡ്സിൽ ഒരു ഐലൻഡ് ഉണ്ട്, ചെറിയ ഐലൻഡ്, 350 ഫാമിലി എങ്ങാനുള്ളൂ. അപ്പൊ ആ ഐലൻഡിൽ പോയിട്ട് നിങ്ങൾ സെറ്റിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വെച്ച് തരും. മന്ത്ലി അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ഇറ്റലിയിൽ ഇന്ന ഗ്രാമങ്ങളിലെ ആൾക്കാർ കുറവായിട്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ തരും. കാനഡയിൽ നിങ്ങൾ അതേപോലെ കാനഡയിൽ കുറെ പ്രൊവിൻസിൽ നിങ്ങൾ പോയി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കുറച്ച് കൂടുതൽ കിട്ടും. അതൊക്കെ അവിടെ നിന്നൊക്കെ പറയുമ്പോൾ ഐസൊലേറ്റഡ് ആണ്. അവിടെ അവര് പോപ്പുലേഷൻ കൂട്ടാൻ നോക്കുവാണ്. അപ്പൊ ആ പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ ചലഞ്ചിങ്. അത് നമ്മൾ പോയിട്ട് പണി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കഴിയുന്ന ആൾക്കാർക്ക് പറ്റിയ പണിയേ അല്ല. അതൊക്കെ ചലഞ്ചിങ് ആണ്. ആള് കുറവുള്ള സ്ഥലമായിരിക്കും. അതായത് നമ്മുടെ നാട്ടിലെ പഴയ ആൾക്കാരൊക്കെ ഇടുക്കി കയറി മല കയറി മറ്റേ കാട് വെട്ടി കൃഷി ചെയ്തിരുന്ന, മനസ്സിലായോ? ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇവിടുന്ന് പണിയൊന്നും ഇല്ല, ഞാൻ UK പോയാൽ പണി കിട്ടും, ആ ഒരു മൈൻഡ് സെറ്റ് അല്ല അത്. മനസ്സിലായി. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവിടെയൊക്കെ, എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നമ്മുടെ താല്പര്യമാണ്. ഇപ്പൊ നമുക്ക് വേറൊരു രാജ്യത്ത് പോകണം, അവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്കത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഏഷ്യൻ കൺട്രീസ് ഇപ്പൊ ഏതൊക്കെ ഓപ്പൺ ആക്കി? അത് നമ്മൾ ഡിപ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചൂസ് ചെയ്യാം നമ്മളിപ്പോൾ എന്ത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു MBBS പഠിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം UK പോയിട്ട് MBBS പഠിക്കാൻ പോയി കഴിഞ്ഞാൽ
കളസം കീറിക്കാറല്ലേ? ആ അതെ, ഒരു ഏകദേശം ഒരു 20,000 പൗണ്ടൊക്കെ ഒരു വർഷത്തെ ഫീസ് വരും. ഒരു വർഷത്തെ ഫീസ് 20,000 പൗണ്ട് പറയുമ്പോ 20 ലക്ഷം. 20 ലക്ഷം 20,000 മുതൽ 40,000 പൗണ്ട് വരെ ഒരു വർഷത്തെ ഫീസ് വരും. 40 ലക്ഷം 40 ലക്ഷം ഒരു വർഷത്തേക്ക്. ഒരു വർഷത്തേക്ക് 5 വർഷം കഴിയുമ്പോഴേക്കും 2 കോടിയായില്ലേ? 2 കോടിയായി. പിന്നെ കിട്ടത്തൂല്ല. അതായത് നമുക്ക് അപ്ലിക്കേഷൻ ഇടാം, നിങ്ങൾ അത്ര എലിജിബിൾ ആണെന്നെങ്കിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. ജോലിയല്ല, സീറ്റ് കിട്ടത്തുള്ളൂ. സീറ്റ് കിട്ടുള്ളൂ. യെസ്. ഭയങ്കര ഡിമാൻഡും ആയിരിക്കും അല്ലേ? അത്രക്ക് കാലിബർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാത്രമാണ് അവിടെ പഠിക്കാനുള്ള ചാൻസ് കിട്ടുക. അത് ഇന്ത്യയിലൊക്കെ പോലെ തന്നെയാ. പിന്നെ എന്താണ് UK PhD ചെയ്യുമ്പോ അവിടെ ഇപ്പൊ സ്പോസ് ഫീസ് ഇല്ല. അതായത് ഈ മൈഗ്രേഷൻ പ്ലാനിൽ മാത്രമാണ്. അതായത് ഇവര് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ടൂറിസം ആണെങ്കിലും, അതായത് നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോസിനെയും കൊണ്ടുപോവാം. അവരെന്താ ഒരു ഫീവർ ആയിട്ട് ചെയ്ത സാധനമാണ്, മനസ്സിലായോ? പക്ഷെ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാട് വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേണമെങ്കിൽ പഠിക്കാം എന്നുള്ള രീതിയിലോട്ട് മാറി. അപ്പൊ ആ ഒരു സാധനം കൊണ്ട് അവര് ഡ്രോപ്പ് ചെയ്തു. മൊത്തമായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടില്ല. റിസർച്ച് പ്രോഗ്രാമുകൾക്കും PhD പ്രോഗ്രാമുകൾക്കും ഇപ്പോഴും ഡിപെൻഡന്റ് വിസ. PhD എത്ര കോസ്റ്റ് വരുന്നത്? PhD ഡിപ്പെൻസ് ആണ്. ചില യൂണിവേഴ്സിറ്റീസ് ഒന്നും ഫീസ് വാങ്ങുന്നില്ല. നിങ്ങളുടെ തിസീസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. PhD ഒരുവിധം യൂണിവേഴ്സിറ്റീസ് ഒക്കെ. എന്നാൽ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഫീസ് വാങ്ങുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 20,000 പൗണ്ട്സ് 25,000 പൗണ്ട്സ് ഒക്കെയാണ് ഫീസ് വരിക. അതായത് PhD പ്രോഗ്രാം ചെയ്യാൻ 20 ലക്ഷം രൂപ 25 ലക്ഷം രൂപ. ഒരു മാസ്റ്റേഴ്സിനേക്കാളും കുറച്ചും കൂടെ ഫീസ് കൂടുതലും. പക്ഷെ നല്ല തിസീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാം. നമ്മളെ തീസിസ് വെക്കുന്ന നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് വെക്കുന്ന തീസിസ് ആണെങ്കിൽ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ ഏതെങ്കിലും വെച്ചിട്ട് കാര്യമില്ല. നോ, PhD വെച്ചാൽ സ്പൗസ് വിസ ഉണ്ട്. മാസ്റ്റർ റിസർച്ച് പ്രോഗ്രാമുകൾക്ക് സ്പൗസ് വിസ ഉണ്ട്. അപ്പൊ മാസ്റ്റേഴ്സിൽ തന്നെ നമ്മൾ റിസർച്ച് പ്രോഗ്രാം ഏതെങ്കിലും ചൂസ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും സ്പൗസ് വിസ ഉണ്ട്. ഈ ജർമ്മനിയിലും ഇവിടെയൊക്കെ ഇതേമാതിരി തന്നെ ഉണ്ടോ? അതോ എല്ലാത്തിലും ഡിഫറെന്റ് അല്ലേ? എല്ലാ കൺട്രിയും ഡിഫറെന്റാ. എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ട്. നീ എല്ലാത്തിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആൾക്കാരുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നീ എല്ലാത്തിലും ചെയ്യുന്നത്. നമ്മൾ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടാണ്. നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത് UK ആണോ? UK ആണ് നമ്പേഴ്സ് കൂടുതൽ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് വരുന്നത് UK ആണ്. കാരണം ഏറ്റവും ഈസി ആക്സസിബിൾ ആയിട്ടുള്ള, ഇന്ന് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ എന്തായാലും എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്. ഒരു 6 മാസമായിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറയുന്ന വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആണ്. നമുക്ക് അവിടെ മലയാളികളായിട്ട് ആരെങ്കിലും ഒരാളായിട്ട് മുന്നത്തെ ദുബായിലൊക്കെ പോലെ ഇപ്പൊ എല്ലാരും ഉണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, അങ്ങനെ പറഞ്ഞു തുടങ്ങിയില്ലേ. എന്റെ കസിൻ ഉണ്ട്, എന്റെ അങ്കിളിന്റെ ഫാമിലി ഉണ്ട് അവിടെ. നമ്മൾ ആരെങ്കിലും അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സേഫ് ഓപ്ഷനായി UK. അങ്ങനെ മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ശരിക്കും കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് വേണം. ഇപ്പൊ ബാക്കിയുള്ള പറയുന്ന കൺട്രീസ്, ഇപ്പൊ ജർമ്മനി ആണെങ്കിൽ പോലും നമ്മൾ ആ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ജർമ്മനി ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ UK പോലെ അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഒക്കെ ഡെവലപ്പായി വരണം. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുള്ള ഒരു കൺട്രിയാണ് ജർമ്മനി. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതും സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. ലാംഗ്വേജ് ബാരിയർ ആണ്. ലാംഗ്വേജ് ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ 80% ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ അറിഞ്ഞെങ്കിലും അവർ അറിഞ്ഞാലും പറയില്ല. അവിടെ അങ്ങനത്തെ ഒരു വികാരമാണെന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ രാജ്യം, അവരുടെ ലാംഗ്വേജ്, അവരുടെ രാജ്യം. ഹിറ്റ്ലർ ആ പ്രാന്തൻ ഭരിച്ച രാജ്യമല്ലേ. അപ്പോ മനസ്സിലായില്ല അവിടുത്തെ ആൾക്കാരുടെ മെന്റാലിറ്റി ഒക്കെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഒരാളുടെ മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ മൈൻഡ് സെറ്റും മനസ്സിലായോ. അപ്പൊ അവർക്കൊക്കെ വാശിയാണ്. ഭയങ്കര പേഴ്സണൽ സ്പേസ് എടുക്കുന്ന ആൾക്കാരുമാണ്. നമ്മൾ ആ സ്പേസിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല എടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിത രീതിയൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഞാൻ നോക്കിയെടുത്തോളം ഇപ്പൊ നമ്മൾ ഈ കോസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ മൈഗ്രേഷനൊക്കെ ഈ പണ്ട് സൗദിക്കും ഇവിടേക്കും GCCക്കൊക്കെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്തിരുന്നല്ലോ. പക്ഷെ ഈ തമിഴ്നാട്ട് അവര് മൈഗ്രേറ്റ് ചെയ്തിരുന്നൊക്കെ ഫുൾ അങ്ങോട്ടാണ്. ഈ മലേഷ്യ, തായ്ലാൻഡ്, അവരുടെ കോസ്റ്റ് അതാണ്. സിംഗപ്പൂര്. അതെ. അപ്പൊ അവിടെയും ഇതേമാതിരി ഡെവലപ്മെന്റ് നടക്കുന്ന, ഏഷ്യയിൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് ആ ഏരിയ. അതായത് അത്യാവശ്യം മണി ടു മേക്ക് തന്നെയാണ്. പിന്നെ കുറച്ചും കൂടി എഡ്യൂക്കേഷൻ ഒക്കെ നമ്മളെക്കാട്ടി കുറച്ച് ഫാർ ബെറ്റർ ആവുന്നുണ്ട്. നമ്മളുടെ
റിക്വയർമെന്റ് ആണ്. ഈ നമ്മൾ ഏത് കൺട്രി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വയർമെന്റ് ആണ്, നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചൂസ് ചെയ്ത് കൺട്രി ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ സിംഗപ്പൂർ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാ. മനസ്സിലായോ? അവിടെ ഉണ്ടാക്കാനും പറ്റുമോ? അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ UK പോലെ നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഇല്ല. അവിടെ നമുക്ക് 1 ലക്ഷം രൂപയോളം എക്സ്പെൻസ് വരും. മനസ്സിലായോ? നമുക്കൊരു മിനിമം നമുക്ക് 1 ലക്ഷം രൂപയോളം എക്സ്പെൻസ് വരും. അണ്ടർ ഗ്രാജുവേഷനൊക്കെ നല്ല ഫീസും ഉണ്ട്. അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ തന്നെ ഫീസും വരുന്നുണ്ട്. മലേഷ്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയൊക്കെയാണ് ഫീസ് വരുന്നത്. പക്ഷേ നമുക്ക് എന്താ പാർട്ട് ടൈം ജോബ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ലീഗൽ അവേഴ്സ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പണിയെടുക്കാം, അത് അങ്ങനെ ആരും ചോദ്യം ചെയ്യത്തൊന്നുമില്ല. പക്ഷെ ലീഗൽ അല്ല. നിങ്ങൾ എഡ്യൂക്കേഷൻ വന്നതല്ലേ, അപ്പോൾ പഠിക്കാൻ വന്നതല്ലേ എന്നുള്ളൊരു സാധനമാണ് അവിടെ. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? മലേഷ്യ നമ്പേഴ്സ് കുറവാണ്, ഏഷ്യൻ കൺട്രീസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഏഷ്യൻ കൺട്രീസ് കൂടുതലും ചൂസ് ചെയ്യുന്ന എല്ലാവരും MBBS പ്രോഗ്രാമുകൾക്ക്. അവിടെ കുറച്ചും കൂടി ചീപ്പാണ്. അവിടെ കുറച്ചും കൂടി ചീപ്പാണ്. അതായത് നമ്മളെ നാട്ടിലെ MBBS എന്ന് പറയുമ്പോൾ മെറിറ്റ് സീറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ചീപ്പാണ്. അതായത് ഗവൺമെന്റ് സീറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫ്രീ ഫീസ് ഇല്ലാതെ പഠിക്കാം. അത് ആകെ 6000 സീറ്റ് ഉള്ളു. പക്ഷേ മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഡൊണേഷൻ എന്തൊക്കെ കൊടുത്ത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഒന്നെങ്കിൽ NRI കോട്ട എന്ന് പറഞ്ഞിട്ട് കോട്ട ഉണ്ട്, അങ്ങനെയാണ് 20x5 1 കോടി രൂപ മെറിറ്റ്. അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജ് മെറിറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ 5x5 25 ലക്ഷം രൂപ. നിങ്ങൾ ഗവൺമെന്റ് കോളേജിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ ഒരു 3000 രൂപ 4000 രൂപ ഇയർലി ഫീസിൽ പഠിക്കാൻ പറ്റും. ഇങ്ങോട്ടൊക്കെ പൈസ കേട്ടിട്ടുണ്ട്. സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എയിംസിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ നല്ല സ്കോളർഷിപ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു മന്ത്ലി ആനുവലി 60,000 70,000 ഒക്കെ ഇങ്ങോട്ട് കിട്ടി പഠിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതെന്ന് പറയുമ്പോൾ ആകെ 100 സീറ്റുള്ളൂ, 1 ലക്ഷം സ്റ്റുഡൻസ് എഴുതുന്ന എക്സാമാ. അപ്പൊ അതിന്റെ ലോജിക്കാണ് എനിക്ക് വേറെ മനസ്സിലാവാത്തത്. നമുക്ക് എയിംസ് ഉണ്ട്, നമുക്ക് 40 ലക്ഷത്തോളം പേഷ്യൻസ് ഒരു വർഷം വരുന്ന ഹോസ്പിറ്റലാണ്. 40 ലക്ഷത്തോളം. മനസ്സിലായോ? നമ്മൾ പഠിക്കാൻ പോകുന്ന പല രാജ്യങ്ങളും 40 ലക്ഷം ജനങ്ങളുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തിന് ഇത്രയും 40 ലക്ഷത്തോളം പേഷ്യൻസ് വരുന്ന ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും ക്ലിനിക്കൽ എക്സ്പോഷർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിൽ 100 സീറ്റ് എന്ന് പറഞ്ഞിട്ട് കടിച്ചു പിടിച്ചിരിക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ 1000 സീറ്റ് കൊടുത്തു, നമുക്കൊരു 1000-1500 സീറ്റ് കൊടുത്ത് വെച്ചിട്ട് എന്താ പ്രശ്നം? കാരണം അത്ര നീഡുമാണ് നമ്മുടെ നാട്ടിൽ. അത്ര എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മുടെ നാട്ടില് പക്ഷേ പുറത്ത് പോയി പഠിച്ച ആൾക്കാരെ നമ്മളിവിടെ വർക്ക് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അതിൽ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, എനിക്ക് തോന്നുന്നത് പുറത്തത്തെ ഒരു ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന മെഡിക്കൽ കോളേജസ് ഒക്കെ നല്ലതാണ്. അവിടുത്തെ പബ്ലിക് മെഡിക്കൽ കോളേജസ് ആണ്. ഫീസ് മാത്രം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന കിഡിലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പുറത്ത്. ഇപ്പൊ റഷ്യയിലും ഉസ്ബെക്കിലൊക്കെ ആയിട്ട് കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല റിസർച്ചും കാര്യങ്ങളും പേഷ്യൻസും ഒക്കെ ഉള്ള നല്ല യൂണിവേഴ്സിറ്റീസ്. നമുക്കൊരു 3 ലക്ഷം രൂപ ഇയർലി ഫീസിൽ പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ലോജിക്ക് നമുക്ക് ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് വെച്ചിട്ട് ഇവരൊക്കെ നമുക്ക് ഇന്ത്യയിൽ തന്നെ പഠിപ്പിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഗവൺമെന്റ് അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സീറ്റും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരണം. അതാണ് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും പേഷ്യൻസ് ഇല്ലാത്ത ബാക്കിയുള്ള കൺട്രീസൊക്കെ എന്താ ചെയ്യുന്നത്? മനസ്സിലായോ? അതായത് അത്ര നീഡും ഇല്ല ഡോക്ടേഴ്സ്. ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു കുറവാണ്, ആൾക്കാർക്ക് അനുസരിച്ചുള്ള ഡോക്ടേഴ്സ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ 1000 സീറ്റൊക്കെ ആവറേജ് വെക്കുന്നുണ്ട്. പുറത്തൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്, മനസ്സിലായി, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 1000 സീറ്റ്സ് ഒക്കെ അവർ വെക്കുന്നുണ്ട്. അപ്പം അപ്പോഴാണ് നമ്മൾ ഇത്രയും പേഷ്യൻസ് വരുന്ന ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ 100 സീറ്റ് വെക്കും. ഞങ്ങൾ 100 സീറ്റ് തരത്തുള്ളൂ. അതെന്താ നിങ്ങൾ ഡോക്ടർ ആവണ്ട? അതെന്താ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവരെ കൊണ്ട് സ്പെൻഡ് ചെയ്യിക്കാലോ അല്ലേ? അത് ടൂറിസം അല്ലേ? അത് എഡ്യൂക്കേഷൻ ടൂറിസം. നമ്മളെ ഇന്ത്യയിൽ ഇപ്പൊ NEP ബില്ലുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട് പുതിയ സെൻട്രൽ ഗവൺമെന്റ് ബില്ലുണ്ട്. ഇപ്പൊ 2019-20 എങ്ങാനും പാസ്സായ ബില്ല. അതിൽ പ്രകാരം നമുക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിനെ, പുറത്തുള്ള യൂണിവേഴ്സിറ്റീസിനെ ഇന്ത്യയിൽ വന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഫോറിനിൽ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോറിനിൽ ഒരു ക്യാമ്പസ് തുടങ്ങാം. അതേപോലെ തന്നെ ഫോറിനുള്ള നിങ്ങൾ ഫ്രാഞ്ചൈസി ആയിട്ട് തുടങ്ങാം. ഫ്രാഞ്ചൈസി ആയിട്ട് തുടങ്ങാം. അതേപോലെ നിങ്ങളുടെ ഫോറിനുള്ള ഇപ്പോൾ ഓക്സ്ഫോർഡോ ഒക്കെ യൂണിവേഴ്സിറ്റി വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തുടങ്ങിക്കോ, ഞങ്ങളത് അപ്രൂവ് ചെയ്യാം. അപ്പോൾ അവരുടെ ക്യാമ്പസ് നമ്മളെ ഇന്ത്യയിലും വരുന്ന രീതിയിൽ. ഇതെന്നൊക്കെ പറയുമ്പോൾ UAE 2010-2012 തുടങ്ങിയ കാര്യമാണ്. നമ്മളിപ്പോഴും എത്തിയിട്ടില്ല, നമ്മളിപ്പോഴും വന്നോണ്ടിരിക്കുക. നമ്മൾ നോക്കുക എല്ലാം. ഇവന്മാരിത് ചെയ്തിട്ട് നന്നാവുന്നുണ്ടെങ്കിൽ തുടങ്ങാം. പക്ഷെ അപ്പോഴേക്കും ആ ഒരു കൺസെപ്റ്റ് വാലിഡ് ആവാതെ പോവല്ലേ? ഇപ്പോഴും വാലിഡ് അല്ലാതെ പോവാന്നല്ല ഇപ്പോ. അപ്പോ അതായത് ഇപ്പൊ നമ്മുടെ നാട്ടില് പ്രൈവറ്റ് സ്കൂളുകൾ വരുമ്പോ
പറഞ്ഞിരുന്നില്ലേ, എന്താണ് ഞങ്ങളെ ഗവൺമെന്റ് സ്കൂളിൽ ആളുണ്ടാവില്ല. അതേപോലത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടില്. ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി പൂട്ടും. പൂട്ടും, നല്ല എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ പൂട്ടു. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവര് നോക്കി പഠിച്ചിട്ട് നന്നായിക്കോ, അതല്ലേ വേണ്ടേ, കോമ്പറ്റീഷൻ വേണ്ടേ. ഇപ്പൊ നമ്മുടെ നാട്ടില് അന്ന് പ്രൈവറ്റ് സ്കൂളുകൾ വന്നില്ലെങ്കിലോ, നമ്മുടെ ഗവൺമെന്റ് സ്കൂളിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ പ്രൈവറ്റ് സ്കൂളുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കട്ടെ. അപ്പൊ ഇവര് മനസ്സിലായി നമുക്കും വേറെ വഴിയില്ല, നമുക്കും ക്വാളിറ്റി കൊടുക്കണം, നമുക്കും നല്ല ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ അടിപൊളിയായില്ലേ, നല്ല രീതിയിൽ. നമ്മളൊക്കെ പഠിക്കുമ്പോ എന്തായിരുന്നു അവിടുത്തെ ഗവൺമെന്റ് സ്കൂളുകൾ, ഒരു വെള്ള ഷർട്ടും കൊടുത്ത് ദരിദ്രരായ പിള്ളേർ എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ എന്നുള്ള എന്ത് കലാപമാണ് ആ കാലത്ത് നടന്നിരുന്നത്. സ്കൂളാണത്. അയ്യോ സോറി, അങ്ങനെ പറഞ്ഞാല് ചിലർക്ക് അത് നല്ല മെമ്മറീസ് ആവും. പക്ഷെ സ്കൂൾ എന്നുള്ള രീതിയിലാണോ അത് വർക്ക് ആയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. സത്യം. പിന്നെ എന്താ പറയാ, ഈ അമേരിക്കയ്ക്കും അങ്ങോട്ടൊക്കെ സാധ്യതകളുണ്ടോ? അമേരിക്കയിൽ ഇപ്പൊ നമുക്ക് പോവാലോ. നമുക്കിപ്പോ 2 ഇയർ കോഴ്സിന് 3 ഇയർ സ്റ്റേ ബാക്ക് വരുന്നുണ്ട് അമേരിക്ക തന്നെ. കുറച്ച് കൂടുതലാണ്. അത്രക്ക് ചെക്ക് ചെയ്യില്ല ഒരു വിസ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കുന്നല്ലേ നമ്മളെ. യെസ്, അതായത് നമ്മളിപ്പോ ഒന്ന് റീസൺ പ്രോപ്പർ ആണോ, അവിടെ പോയിട്ട് ചാടാനുള്ള പരിപാടിയാണോ എന്നൊക്കെ കാര്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ വിസ സ്ട്രിക്റ്റ് ആയിട്ട് വിസ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ് US. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ 40 to 50% റിജക്ഷൻ ഉണ്ട്. നമ്മൾ 100 സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു 40 to 50 സ്റ്റുഡൻസിന് നമുക്ക് വിസ കിട്ടുന്നുള്ളൂ. അത്ര കിട്ടുന്നുണ്ട്. പക്ഷേ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വിസ വന്നതിന് ശേഷം ഫീസ് അടച്ചാൽ മതി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എക്സ്പെൻസീവ് ആണോ? എക്സ്പെൻസീവ് ആണ്. ഒരു 15 ലക്ഷം രൂപ ഒക്കെ ഇയർലി ഫീസ് വരും. UK പോലെ തന്നെ. എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ UK ഒക്കെ പോലെ തന്നെ. UK ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജസ് ഒക്കെ അല്ലേ, ഈ കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, അതിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് കിട്ടുമോ? അഡ്മിഷൻ കിട്ടും. ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും കിട്ടും. അതിന് കാണിക്കണം, കാംബ്രിഡ്ജിൽ പഠിക്കാനുള്ള ആളുണ്ട് എന്നുള്ളത് കാണിക്കണം. ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും മനസ്സിലായി നമ്മളുടെ SOP ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെയൊക്കെ അഡ്മിഷൻസ് കിട്ടുന്നത്. നമ്മുടെ IIM കിട്ടാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അത്ര ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല. പക്ഷേ എന്താണ്, പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേരിന്റെ കൂടെ കൊടുക്കാം കാംബ്രിഡ്ജ് ആണ്. അതിപ്പോഴും ആ ഒരു വാല്യൂ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എയിംസ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് MBBS, എയിംസ് എന്ന് എഴുതും. അത് ഞാൻ 1-2 സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. MBBS, എയിംസ് എന്ന് എഴുതും. മനസ്സിലായോ? പ്രിവിലേജ് ആണ്. ഞാൻ എയിംസിലെ ഡോക്ടേഴ്സിന്, ഞാൻ കണ്ട എയിംസിലെ ഡോക്ടേഴ്സിനൊക്കെ അഹങ്കാരികളുമാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എയിംസിൽ. ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ +2 കഴിയുമ്പോൾ എയിംസിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ സയൻസ് സ്ട്രീമാണ് പഠിച്ചേ. സോറി, സയൻസ് കഴിഞ്ഞിട്ട് മനസ്സിലായത് നമുക്ക് ഒരു ഓപ്ഷൻ ആണല്ലോ, മെഡിസിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷെ എയിംസിനെ കുറിച്ചിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് ഒന്നും തോന്നരുത്, പക്ഷെ എൻ്റെ ടീച്ചേഴ്സ് എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ +2 സയൻസ് കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെ അങ്ങനെ റൂട്ട് ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? എനിക്കറിയത്തില്ലായിരുന്നു. ഒന്നാമത്തെ എൻ്റെ ക്ലാസ്സിൽ MBBS പോയത് ഒരു സ്റ്റുഡൻ്റാണ്. ഒരൊറ്റ സ്റ്റുഡൻ്റാണ്. അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ കാര്യം ഞാൻ പറയുന്നത്. എയിംസിലേക്ക് പോയതോ അതോ MBBS തന്നെ പോയതോ? അത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാനേജ്മെന്റ് സീറ്റിന് കയറിയത് എൻ്റെ ഫ്രണ്ട്. ഒരു ഫ്രണ്ട്. എൻ്റെ 2 സ്ട്രീം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 ബാച്ച് ഉണ്ടായിരുന്നു +2. അപ്പുറത്തെ ബാച്ചിൽ നിന്ന് 2-3 സ്റ്റുഡൻസ് അങ്ങനെ MBBS പോയിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് മെറിറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മെറിറ്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. 2 ലക്ഷം രൂപ എങ്ങനെ ഫീസ് വരത്തുള്ളൂ. പക്ഷെ ഞാൻ നവോദയ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്, കേട്ടിട്ടുണ്ടോ? നവോദയ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ. അപ്പൊ എന്റെ ഫ്രണ്ട് അവിടെയാണ് പഠിച്ചത്, നവോദയ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ എനിക്കറിയില്ല ഇത് എന്താണ് നവോദയ. ഈ സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല. ഇവിടെ വന്നിട്ട് നവോദയ എന്ന് പറഞ്ഞ ടീച്ചേഴ്സൊക്കെ പറയും, നവോദയ എന്നൊരു കുട്ടി വന്നിട്ടുണ്ട്, നമ്മൾ എടപ്പാൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്, അത് അങ്ങനെ പറയണ്ടേ. അപ്പൊ നവോദയ എന്താ സംഭവം എനിക്കറിയത്തില്ലായിരുന്നു. ഇവരെന്തോ സെറ്റപ്പ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ വരുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ കാണുന്നുണ്ട്, നമ്മൾ പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്സായി. അപ്പോൾ ഇവരെ കൂടെ ഞാൻ ഡൽഹി പോയി. അതായത് ഞാൻ മണാലി ട്രിപ്പ് പോയപ്പോൾ ഡൽഹി പോയി. അന്നാണ് ഞാൻ ഡൽഹി എയിംസ് എന്ന് കേൾക്കുന്നത്. സെക്കൻഡ് ഇയറും കാര്യമാണ് എഞ്ചിനീയറിംഗ്. അതിൽ വേറൊരു കോമഡി കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗിന് സീറ്റ് എടുക്കാൻ പോയ വേറൊരു കോമഡി ഉണ്ട്. അതായത് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത രീതി പറയണേ, അറിയത്തില്ല എയിംസ് എന്താന്ന്. മനസ്സിലായോ? സയൻസ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് എയിംസ് എന്ന് പറഞ്ഞാൽ
ഒരു കോളേജിനെ കുറിച്ച് അറിയത്തില്ല. എന്നെ മാത്രം ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, അത് മാത്രം തന്നെ. പക്ഷെ എന്നെ പഠിപ്പിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ അവിടെ, ഡയറക്ഷൻ കാണിച്ചു തരേണ്ട ആൾക്കാർ. പിന്നെ നമ്മളൊന്നും മെഡിസിൻ എടുക്കൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പറഞ്ഞു തരാത്തതാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ എന്നെ കാണുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, മെഡിസിൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എയിംസ് നോക്ക്. മനസ്സിലായോ? അത് ഞാൻ MBBS കോമ എയിംസ് നോക്കെ, മനസ്സിലായോ? അവരെ അഹങ്കാരമൊക്കെ നോക്കി നോക്കി, അഹങ്കാരികൾ. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ എയിംസ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജിൽ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോവാം. അന്നൊക്കെ പറയുമ്പോ ഓരോരുത്തർക്ക് ഇൻഡിപെൻഡന്റ് റൂമാ. മനസ്സിലായോ? എയിംസ് പഠിക്കുന്ന സ്റ്റുഡൻസിന്. അപ്പൊ ഞാൻ ഇതെന്താ കോളേജ് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് റൂമോ? നമുക്ക് അത്ഭുതമല്ലേ? നമ്മള് മൂട്ടുള്ള ഹോസ്റ്റലിലും കയറി നിറങ്ങി നിൽക്കുമ്പോൾ ഇവർക്ക് AC റൂം, AC അവർ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എല്ലാ റൂമിലും AC ഉണ്ടായിരുന്നു. അവരെ ഹോസ്റ്റലാ. അവിടെ ഹോസ്റ്റലിൽ പോയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? അത് അവരൊരു വീടിന്റെ സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് ആ റൂമിൽ. മനസ്സിലായോ? പഠിക്കുമ്പോൾ തന്നെ അവർ ഡോക്ടേഴ്സാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതെന്ത് സംഭവം? ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫീസിൽ ആകെ 3000 രൂപ എങ്ങനെ ഫീസുള്ളത്. ഇവർക്ക് സ്കോളർഷിപ്പ് എങ്ങനെ 60,000 രൂപ 1 ലക്ഷം രൂപ എങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ട്. ഇതെന്ത് സംഭവം? എന്താ അറിയത്തില്ലല്ലോ നമുക്ക്. അപ്പം MBBS ആണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി എയിംസ് ആണ് ഇന്ത്യയിലെ തന്നെ MBBSനെ പഠിക്കാൻ പറ്റുന്ന എല്ലാവരുടെ ഏറ്റവും നല്ല എയിംസ് ഡൽഹി എയിംസ്. അതുകൊണ്ട് കേട്ടോ, ഡൽഹി എയിംസ് നമ്മുടെ കോമ എയിംസ് എന്ന് പറയുന്ന പോലെ തന്നെ MBBS കോമ ഡൽഹി എയിംസ്. മനസ്സിലായി? അവിടെയുള്ളവർക്കൊക്കെ ജയ്പൂർ എയിംസ്, ഊള എയിംസ്, ഇതൊക്കെ ഞാനതൊക്കെ അവർക്ക് അവിടെ പോയിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കി, ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് നമ്മൾക്ക് കിട്ടൂലെന്നല്ലേ, ഇത് അറിഞ്ഞിരുന്നോ ഇല്ലേ എന്നുള്ളത്. അപ്ലൈ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട് എന്നെ കുറിച്ചിട്ട്. എന്ത് മണ്ടനാണ് ഞാൻ. അതേപോലെ ഞാൻ മംഗലാപുരത്ത് അഡ്മിഷൻ എടുക്കാൻ പോയതാണേ. അപ്പൊ ശ്രീനിവാസ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് അവിടുത്തെ, വലിയ ഇപ്പൊ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഞാൻ മംഗലാപുരത്ത് അഡ്മിഷൻ, അന്ന് എഞ്ചിനീയറിംഗ് ട്രെൻഡ് ആണല്ലോ, എല്ലാവരും എഞ്ചിനീയറിംഗ് എന്താ മെക്ക്. അപ്പൊ ഞാൻ അതെടുത്തില്ല, മെക്ക് എടുത്തില്ല. ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ സിവിൽ എടുത്തു. അതല്ലാതെ ഒരു തേങ്ങയില്ല എനിക്ക്. എഞ്ചിനീയറിംഗ് എടുക്കാൻ എന്റെ താല്പര്യം ഒന്നുമില്ല. അന്ന് ട്രെൻഡിങ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ഒന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് പോയി എടുത്തേക്കാം, ആ ഒരു രീതിയിൽ പോകുന്ന. അപ്പൊ ഞാൻ ഈ ശ്രീനിവാസ എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിന്റെ മുന്നിൽ പോയി. അപ്പൊ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഒരു കിടിലൻ ക്യാമ്പസ്. ഈ ശ്രീനിവാസ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ അന്ന് കോളേജിന്റെ മുന്നിൽ ഒരു കിടിലൻ ക്യാമ്പസ്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി, അത് ഏതാ ക്യാമ്പസ്, അവിടെ അഡ്മിഷൻ കിട്ടുമോ? അപ്പൊ നമ്മളെ കൊണ്ടേ ആള് പുച്ഛത്തോടെ നോക്കിയിട്ട്, അത് NITക്ക്. അതിനെന്താ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, അതിനെന്താ? അവിടെ കാശ് കൊടുത്താൽ പഠിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അറിയത്തില്ല. മനസ്സിലായോ? ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റിന് പോലും NIT എന്താ, IIT എന്താന്ന് അറിയത്തില്ല. ആ ഒരു രീതി എന്നൊക്കെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായത്. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർ എനിക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, ഇവര് ഇങ്ങനെ MBBയും BCom എടുത്ത് പോകുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ഒന്നും കൂടെ ട്രെയിൻ ചെയ്യാം. ഇതൊക്കെ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തെ സ്കൂൾ പഠിക്കുന്ന ടീച്ചേഴ്സിന് എല്ലാ NIT IIT കൊണ്ട് കാണിച്ചു കൊടുക്കണം, IIM ഒക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു ക്യാമ്പസ് ഉണ്ട്, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് ടീച്ചേഴ്സിന് കൊണ്ട് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം സ്റ്റുഡൻസിനെ അത് അറിയിക്കാൻ. അതൊക്കെ ശരിക്കും. അപ്പൊ ഈ പുറത്ത് പോയി പഠിക്കുമ്പോ തന്നെ നമുക്ക് ഈ MBA അല്ലെങ്കിൽ ഈ സാധാരണ ആൾക്കാർ പോകുന്ന കോഴ്സ് അല്ലാതെ നമ്മളെ സ്കില്ലിനനുസരിച്ചൊരു കോഴ്സ് ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ലേ? യെസ്. അതായത് എനിക്ക് തോന്നുന്നു 12,000 അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സുകളുണ്ട്, 7,000 മാസ്റ്റേഴ്സ് കോഴ്സുകളുണ്ട്. പ്ലസ് 2 കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേരെ പോയിട്ട് അവിടെ അണ്ടർ ഗ്രാജുവേറ്റും ചെയ്തിട്ട് 12,000 ഡിഫറെന്റ്. അപ്പൊ നിങ്ങളുടെ സ്കില്ലിനെ മനസ്സിലാക്കിയ ആ സ്കില്ലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തായാലും ജോലി കോഴ്സ് ഉണ്ട്, എവിടെയെങ്കിലും ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്കില്ലിനെ ഐഡന്റിഫൈ ചെയ്യുക. അത് സ്കൂൾസൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിള്ളേരെ സ്കില്ലിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ട്രെൻഡിനനുസരിച്ചിട്ടാ ഇപ്പൊ നമുക്ക് എൻക്വയറി വരുന്നത്. ഒന്നെങ്കിൽ ബിസിനസ് പഠിക്കാം. അതായത് എളുപ്പമാണല്ലോ, കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ടല്ലോ. ബിസിനസ് എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ BBA പഠിക്കാൻ ചേരുന്ന പോലെ അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കാൻ ചേരുന്ന പോലെ ഒരു കോഴ്സ് എടുക്കുക. ഇപ്പൊ ട്രെൻഡിങ് നഴ്സിംഗാ. അപ്പൊ നഴ്സിംഗ് പോലത്തെ കോഴ്സുകൾ എടുക്കുക, വേഗം അതിന് പോയി ആണോ അതെന്റെ ഏരിയ ആണോ. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ പോലെ തന്നെയാണ് ഇപ്പോൾ. എന്നാൽ നല്ല സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് ഇത്ര റാങ്ക് ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റി വേണം, എനിക്ക് വേണ്ടത് ഇന്ന കോഴ്സാണ്, മനസ്സിലായി. അങ്ങനെ പറയുന്ന സ്പെസിഫൈ ചെയ്യുന്ന എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി രസമായിരിക്കില്ല, പണിയില്ലല്ലോ.
റിസർച്ച് അവരെന്നെ ചെയ്തിട്ടുണ്ട്. യെസ്, അങ്ങനെ വരുന്ന ജസ്റ്റ് അങ്ങോട്ട് എത്തുന്നതിനപ്പുറത്ത് അവരെ കൊണ്ടൊന്നും നമുക്കൊരു ഉപദ്രവവും ഇല്ല. മനസ്സിലായോ? മറ്റേ ഹോസ്റ്റലിൽ വെള്ളമില്ല എന്നുള്ള കംപ്ലൈൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വരും. ഇങ്ങനത്തെ സ്റ്റുഡൻസിനെ കൊണ്ടൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അവര് അതെ, എനിക്ക് എന്താ വേണ്ടെന്ന് അവർക്കറിയാം. മനസ്സിലായോ? അതിന് വേണ്ട ഒരു പാത്താണ് ഞങ്ങൾ എന്നുള്ള ബോധം അവർക്കുണ്ട്. മനസ്സിലായോ? അവർക്ക് കുറച്ചും അവരുടെ ആ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടി എളുപ്പമാണ് ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്നുള്ള നോളജിൽ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ നമുക്ക് ഭയങ്കര നമുക്ക് കെയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ആ സ്റ്റുഡൻസിനൊക്കെ. സ്വന്തമായ മറ്റേത് എന്ന് പറയുമ്പോൾ ഒരു പ്ലാനും ഇല്ല. എങ്ങനെയെങ്കിലും സൗത്ത് ആഫ്രിക്ക അങ്ങോട്ടൊക്കെ ഉണ്ടോ? ആഫ്രിക്കൻ ബൂമിംഗ് ആയി വരുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ നാട്ടിൽ എപ്പോഴും ആഫ്രിക്കൻസ് എന്ന് പറയുമ്പോൾ ദരിദ്രമായിട്ടുള്ള ആഫ്രിക്ക ഇപ്പൊ ഭയങ്കര മാറ്റം വരുന്നുണ്ട്. ഭയങ്കര ബൂമിംഗ് ആണ്. അവിടെയാണ് ഇപ്പൊ ഡെവലപ്മെന്റ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന. റിച്ച് ആയിട്ടുള്ള കുറെ കൺട്രീസ് ഉണ്ട്. പക്ഷെ നമ്മള് ഇന്ത്യയിൽ നിന്നും സ്റ്റുഡൻസ് അങ്ങനെ പഠിക്കാൻ പോയിട്ടില്ല. അവിടുന്ന് പക്ഷെ ഇങ്ങോട്ട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അവർക്ക് ഇന്ത്യൻ കൾച്ചർ കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചറാണ് ആഫ്രിക്കൻ സ്റ്റുഡൻസിന്. ഇവിടെ കുറെ ക്യാമ്പസുകളിൽ കേരളമൊന്നും അടുത്തെത്തിയിട്ടില്ല. ഇപ്പൊ ബാംഗ്ലൂരും ഡൽഹി പോലെ മുംബൈ പോലെയുള്ള സിറ്റീസിൽ കുറെ സ്റ്റുഡൻസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്ന് പഠിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കുറെ സ്റ്റുഡൻസ് വന്ന് പഠിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിനൊക്കെ കേരളം ഇപ്പോൾ ഒരു വർഷം മുന്നേ ഇങ്ങനെ ഒരു NEP ബില്ല് വന്നപ്പോൾ പറഞ്ഞതില്ല, നമ്മുടെ സ്റ്റുഡൻസ് മൊത്തം UK ക്കും കാനഡയിലോട്ടും പോവാ, നമുക്ക് സ്റ്റുഡൻസ് ഇല്ല. ഭയങ്കര പേടിച്ചിരുന്നല്ല കേരളം. വർക്ക് ഫോഴ്സ് ഫുള്ളും അങ്ങോട്ട് പോവാണ്. എങ്ങനെ നല്ല ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അപ്പോൾ അവരിവിടെ നിൽക്കും. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എങ്ങനെയാ ഇപ്പൊ ഇവിടെ നോക്കി ഇവിടുത്തെ നമ്മളെ കുട്ടികൾക്ക് ആ പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ട് ഈ ചൈൽഡ് ലേബർ കുറക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റിയത്. കുട്ടികൾ സ്റ്റുഡൻസ് ജോലി എടുക്കണ്ടെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇവിടെ ചെയ്തുകൂടാ? ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ 18 വയസ്സ് കഴിഞ്ഞ ഒരു പൗരന് എന്തുകൊണ്ട് ഇവിടെ ജോലി ചെയ്തിട്ട് വർക്ക് ചെയ്തുകൂടാ? ഒരു കുഴപ്പമില്ല ഇവിടെ ജോലി. പക്ഷേ നമ്മുടെ സൊസൈറ്റി അതിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ളത് ഉണ്ട്. സൊസൈറ്റി ഇപ്പൊ അവന് ചിലപ്പോ ഇവിടുത്തെ സാധാരണ വർക്ക് ഫോഴ്സ് ഇപ്പൊ നമ്മൾ അതിഥി തൊഴിലാളികൾ ചെയ്യുന്ന അതിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ പ്ലംബർക്ക് എന്താ വാല്യൂ, പുറത്തുള്ള വാല്യൂ എന്താ? ഇവിടെ ഡ്രൈവേഴ്സിന് എന്താ വാല്യൂ, പുറത്തുള്ള വാല്യൂ എന്താ? മനസ്സിലായോ? അപ്പൊ എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. സത്യം അവിടെ അതിന് കിട്ടുന്നുണ്ടല്ലേ? യെസ്, അത് കിട്ടുന്നല്ല, അത് അവരെ ബോധർ ചെയ്യുന്ന കാര്യമല്ല. മനസ്സിലായോ? വേറൊരാളെ ലൈഫ് എന്താണെങ്കിലും അവൻ ജീവിക്കുന്നു, അവൻ മനസ്സിലായോ? എന്റെ ജീവിതം എളുപ്പമാക്കാൻ അവൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അവൻ മനസ്സിലായോ? അവൻ പോകുന്ന ക്യാബിലെ ഡ്രൈവർ മനസ്സിലായോ? അവൻ മോശക്കാരനാന്ന് പറയാ അവൻ പറയില്ല. മനസ്സിലായോ? ഹെൽപ്പ് ചെയ്യാണല്ലോ. അതാ അവൻ കൊണ്ടുവിട്ടിട്ടില്ലെങ്കിലോ പിന്നെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാ. ഇവിടെയാണെന്നുണ്ടല്ലോ ഡ്രൈവർ എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല. എന്റെ ഇപ്പോൾ ഡ്രൈവറായിരുന്നു. പക്ഷെ എനിക്കതൊരു പ്രശ്നമായിട്ട് എനിക്ക് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി അതൊരു പ്രശ്നമാണ്. മനസ്സിലായോ? കല്യാണാലോചനകളും വരെ മുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായോ? ഇങ്ങനത്തെ കേസുകളിൽ ഒരാളുടെ സ്കിൽ എന്താന്ന് അവന്റെ ഹിസ്റ്ററി നോക്കും. അവന്റെ അച്ഛൻ കാളവണ്ടിയായിരുന്നു, വണ്ടിക്കാരൻ. അത്രയും സൊസൈറ്റി അത്രയും നമ്മളുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് ഇവിടെ. അതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് എന്തോരം ജോബ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ ഇവിടെയൊക്കെ എൻ്റെ കൂടെ വർക്ക് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പാർട്ട് ടൈം വന്നതിന്, അതായത് അന്ന് കാറ്ററിംഗ് ഒക്കെ ആണല്ലോ, നമ്മൾ ചെറുതാകുമ്പോൾ കാറ്ററിങ്ങിനൊക്കെ ആണല്ലോ നമ്മൾ ജോലി. അപ്പോൾ ചീത്ത പറഞ്ഞ പാരൻസ് ഉണ്ട്. മനസ്സിലായോ? നീ എന്തിനാ ജോലിക്കൊക്കെ പോകുന്നത്, നീ എൻ്റെ വില കളയോ? മനസ്സിലായോ? അപ്പൊ അങ്ങനെ മനസ്സിലായോ? 18 വയസ്സായ പൗരനായല്ലോ. കോളേജിലൊക്കെ ശരിക്കും 15-15 16 നമ്മൾ 18 കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം. നമ്മളെ ലോ പ്രകാരം ഇപ്പൊ അതാണല്ലോ. 18 വയസ്സായ പൗരനായി ഓനെ എല്ലാവിധ നമ്മളെ റൈറ്റ്സും വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സും ഒക്കെ ഉള്ള പൗരനായി.
അപ്പോ കോളേജിലൊക്കെ പൗരന്മാരാണുള്ളത്, കുട്ടികളല്ല. അതെപ്പോഴും മറക്കേണ്ടി വന്നില്ല ടീച്ചേഴ്സും ഇവരൊക്കെ. കോളേജിലൊക്കെ ഉള്ളത് പൗരന്മാരാണ്, കുട്ടികളല്ല. ആ പ്രീ ഡിഗ്രി ഒഴിവാക്കിയിട്ട് കോളേജ് ആക്കിയപ്പോൾ തന്നെ അത് മറ്റേ പ്രീ ഡിഗ്രി എന്നൊക്കെ പറയുമ്പോ അതെ മനസ്സിലായോ, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതിപ്പോ കോളേജിലെ സ്റ്റുഡൻസ് മാതിരിയാണ്, അവരും എല്ലാ അവകാശങ്ങളുള്ള പൗരന്മാരാണ്. ഓരോ കുട്ടികളെ മാതിരി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അതാണ്, അത് ശരിയാണ്. അങ്ങനെ ഒരു ഉണ്ട്. കാരണം അപ്പൊ അവർക്ക് ആ 18 വയസ്സിൽ അവർക്ക് സൈഡിൽ പാർട്ട് ടൈം ജോലി ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, പക്ഷെ അതിലേക്ക് ഇങ്ങോട്ട് ഇടുമെന്നുള്ള. പിന്നെ ലൈഫ് പഠിപ്പിച്ചോളും, പക്ഷെ ആ മണി മാനേജ്മെന്റ്, പൈസ എങ്ങനെ മാനേജ് ചെയ്യാം, ഡിഗ്നിറ്റി, നമ്മളെ സ്വന്തം പൈസക്ക് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഒരു സ്റ്റുഡന്റ് ആദ്യമായിട്ട് ജോലിക്ക് നോക്കുന്നത്. ഇവ അതുവരെ ഒരു ജോലിയും ചെയ്തിട്ടില്ല, ഏൺ ചെയ്യാൻ അറിയത്തില്ല. ഞാനൊക്കെ ചെറുതിലേ മുതലേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനൊക്കെ എൻ്റെ കോളേജ് ഫീസൊക്കെ എനിക്ക് അടക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കോളേജ് ഫീസൊക്കെ അടക്കാൻ പറ്റിയിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ ഞാൻ അത്ര ചെറുതിലേ മുതലേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, മനസ്സിലായോ. അപ്പോൾ എനിക്ക് 23-ാമത്തെ വയസ്സിൽ ഞാൻ ഓണ്ടർപ്രണറാണ്. എനിക്ക് 23 വയസ്സിൽ 2 സ്റ്റാഫുണ്ട്, മനസ്സിലായോ. അപ്പോൾ 23 വയസ്സിൽ സാധാരണ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി നോക്കുന്ന സമയമാണ്, മനസ്സിലായോ. അപ്പോൾ അത്രയും കാലം വെറുതെ വേസ്റ്റ് ചെയ്യുക. എന്ത് ചെയ്യുന്നേ, കോളേജ് വരുന്നു, നേരെ വരുന്നു, TV കാണുന്നു, കളിക്കാൻ പോകുന്നു, മനസ്സിലായോ. ആ ഒരു സാധനത്തിനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാണ് സത്യം പറയുകയാണെങ്കിൽ ചെയ്യുന്നത്. അത് ലൈഫിന് ആവശ്യമുള്ള കുറെ സ്കില്ലുകൾ കിട്ടുന്നുണ്ട്, കോളേജിൽ നിന്ന് കിട്ടൂല. അത് നമുക്കിപ്പോ മണി മാനേജ്മെന്റ് ആവട്ടെ, നമ്മളെ ഫണ്ട്, അതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ലൈഫ് എക്സ്പീരിയൻസിനെ കിട്ടുള്ളൂ. അത് നമ്മൾ സമ്മതിക്കുന്നില്ലല്ലോ, അത് ചെയ്യരുത്. ഇവിടെ പണ്ടത് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം വെച്ചാൽ ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞ സാധനല്ലേ, ചെറിയ കുട്ടികളെ ഇവിടെ ഹോട്ടലറൊക്കെ ഇതാക്കും, ഹയർ ചെയ്യും. ഹോട്ടൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും. അതൊക്കെ അന്നത്തെ കാലത്ത് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഇപ്പൊ ശരിക്കും ഈ അതിഥി തൊഴിലാളികൾ ഇത്രയും വന്നിട്ട് നമ്മൾ വർക്ക് ഫോഴ്സ് എടുക്കില്ല. നമ്മളെ കുട്ടികളെ വേണം. അത് എന്താ വെച്ചാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നല്ല, നമ്മളെ കുട്ടികളല്ല, 18 വയസ്സ് കഴിഞ്ഞ് നമ്മളെ പൗരന്മാരെ, നമ്മളെ കോളേജിലൊക്കെ ഉള്ള നമ്മളെ പൗരന്മാരെ എന്തുകൊണ്ടാണ് ചെയ്തുകൂടാ? അവർക്കൊരു എക്സ്പീരിയൻസ് ആവും. അതിമേ ജഡ്ജ് ചെയ്യാൻ ഇതാക്കല്ല, അവരാ ആ ജോലി ചെയ്തിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ഏത് കോളേജിൽ പോയാലും കിട്ടൂല ആ സാധനം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ സിലബസിൽ ഇപ്പോഴും വന്നിട്ടില്ല, വരുമെന്നാണ് പറയുന്നത്. പരീക്ഷക്കല്ലേ പഠിക്കുന്നത്, ഇപ്പോഴും പരീക്ഷയ്ക്ക് തന്നെ ഇരുന്ന് പഠിക്കുന്ന കൺസെപ്റ്റാണ്. അതല്ലാതെ എന്താണ് ഞാൻ പഠിക്കുന്നത്, അതായത് ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളെ നമുക്ക് ധൈര്യമായിട്ട് ഒരു ജോലിക്ക് എടുക്കാൻ പറ്റുമോ? അവനെ വർക്ക് ചെയ്യുന്നത് ഒരു 3 മാസത്തെ ട്രെയിനിങ്ങോ 2 മാസത്തെ ട്രെയിനിങ് പീരീഡിലുള്ള നോളജ് വെച്ചിട്ടാണ് അവനെ കൊണ്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതായത് നമുക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഓഫീസുകളിലൊക്കെ ഒരു ഡിഗ്രി പഠിക്കുന്ന ആളെ വേണ്ട, നമ്മളൊരു 3 മാസം ട്രെയിനിങ് കൊടുക്കുന്ന ആളെ മതി നമുക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവൻ 3 വർഷം പൂട്ടിയിട്ടാലും ഓടൂല എന്ന് ഉറപ്പുള്ള ഒരാളെ വേണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി 3 വർഷം ഇവനും പൂട്ടിയിട്ടാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു മൂഡിലാണ് എനിക്ക് തോന്നുന്നു. 3 വർഷം ഇവനെ പൂട്ടിയിട്ടാലും നമ്മൾ പറഞ്ഞൊക്കെ കേട്ടിട്ട് ഇവൻ നിന്നോളൂ എന്നുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ വർക്ക് ഫോഴ്സ് നമുക്ക് വേണം എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് ആവാൻ ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ടാക്കാനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളെ കോളേജുകളൊക്കെ ചെയ്യുന്നത് അടിമകളെ ഉണ്ടാക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അതായത് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റി പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റി നമുക്ക് പറയാല്ലേ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറെ നല്ല കോളേജസ് ഉണ്ട് കേട്ടോ. പബ്ലിക് യൂണിവേഴ്സിറ്റി, പബ്ലിക് കോളേജുകളൊക്കെ ഉണ്ട്, മനസ്സിലായോ. കുറെ കിട്ടില്ല പബ്ലിക് കോളേജുകളൊക്കെ ഉണ്ട്, ഫയറുള്ള കോളേജുകളൊക്കെ ഉണ്ട്. അവിടുന്ന് പഠിച്ചിറങ്ങിയാൽ തന്നെ ഒരു ഫയറാ, മനസ്സിലായോ. അത്രയും എനർജറ്റിക് സ്റ്റുഡൻസ് ആണ് അവിടെ നിന്നൊക്കെ ഇറങ്ങുന്നത്. അതേപോലെ കുറെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്, പാവം തോന്നും. സ്വന്തമായിട്ടൊരു CV ഉണ്ടാക്കാൻ പോലും കേപ്പബിൾ അല്ലാത്ത സ്റ്റുഡൻസിനെ പാസ് ഔട്ട് ആക്കുന്ന കുറെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നമ്മുടെ ജസ്റ്റ് പേരിന് ഡിഗ്രി കൊടുത്തിട്ടാണ് പറഞ്ഞു വിട്ടത്. പേര് പറയണമെന്നുണ്ട് എനിക്ക്, പിന്നെ പേര് പറഞ്ഞാൽ മോശമല്ലേന്ന് വിചാരിച്ചിട്ടാ. നമുക്ക് ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും ഹൗ സാഡ്, അതിനുള്ള സ്കില്ല് പോലും അവിടുന്ന് കൊടുത്തിട്ടില്ല. ഇല്ല, അവര് ഇപ്പൊ ChatGPT ഉണ്ടല്ലോ, ChatGPT നോക്കിയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക, അതല്ലാതെ ഒരു CV എന്താണ് എന്നുള്ള റെസ്യൂമെ എങ്ങനെയാണ്, സ്ട്രഗിളാണ്. എന്തൊക്കെയാ പഠിക്കുക, എന്തോരാ കോളേജിനെ കുറ്റം പറയും. 22 വർഷം പഠിച്ച ഒരാളുടെ കാര്യം ഞാൻ പറയട്ടോ. 22 വർഷം ഇവന് വേറൊരു പണിയില്ല, ഇവന് ആകെ പണി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളത് മാത്രമാ, മനസ്സിലായോ. ജീവിതത്തിന് 3-1 അത് ഒരു 60-70 വയസ്സ് കൂട്ടുന്ന ഒരാൾക്ക് 3-1 ഇവൻ പഠിച്ചു തീർത്തു. എന്നിട്ടും ആവശ്യമുള്ള ബേസിക്സ് പഠിച്ചിട്ടില്ല, സ്കില്ലില്ല.
അതാ നമ്മളെ നാട് ഇന്ന് ഫേസ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഒരു സാധനം. ഇപ്പൊ മാറിയിട്ടുണ്ട്. സ്കില്ല് കോളേജ് സ്കൂളിലൊക്കെ വരുന്നുണ്ട്, സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന പുതിയ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. സ്കൂൾസിലൊക്കെ ഞാൻ കുറെ കാണുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ എങ്ങനത്തെ സ്കിൽസ്? ലാംഗ്വേജ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കില്ല് അല്ലേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ? അത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളെപ്പോഴും പുറത്ത് പോകണം നിർബന്ധമില്ല. നമുക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് കുറെ പേര് പുറത്ത് പോകുന്നു. നമുക്ക് ഭാവിയിൽ നമുക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാം. അപ്പം നമ്മൾ ആ ലാംഗ്വേജ് എന്നുള്ളത്, അതായത് നവോദയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നവോദയയിൽ ജർമ്മനിയിൽ നിന്ന് കുറച്ച് സ്റ്റുഡൻസ് പഠിക്കാൻ വന്നു. അതായത് 3 മാസത്തെ ഈ പ്രോഗ്രാംസ് ഉണ്ടാവും അത്ര. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടോ അത്? ആണല്ലേ? ഞാനൊന്നും കേട്ടിട്ട്. ജർമ്മനിയിലുള്ള സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടാവുന്നത് നമ്മുടെ കൂടെ ഒരു 3 മാസത്തോളം. എക്സ്പോഷർ നോക്കുക, ആ കുട്ടികൾ കൊടുക്കുന്ന എക്സ്പോഷർ കൊടുക്കുക. നവോദയ പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികള് ഇങ്ങനെ വന്നിട്ട് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാ ജില്ലകളിലും ഉണ്ട്. ഞാൻ വിചാരിച്ചത് അവിടെ ഇവിടെ ഒക്കെ ഉള്ളത് എല്ലാ ജില്ലകളിലും. എന്റെ ഫ്രണ്ട് മലപ്പുറത്ത് പഠിച്ചതേ. അപ്പോ അത് പറഞ്ഞപ്പോഴാ. അപ്പൊ അവിടെ ജർമ്മൻ സ്റ്റുഡൻസ് വന്ന് പഠിച്ചത്. അവര് പറഞ്ഞത് 2 മാസത്തെ ട്രെയിനിങ് ആണ്, ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടാ വിട്ടവരെ. അത് അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ല, മനസ്സിലായി? ഇന്ത്യയിലോട്ട് അവർ വരുവാണ്. അപ്പൊ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിട്ട് 2 മാസം കൊണ്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ഇവര് വിട്ടു. അത്രേ ഉള്ളൂ ലാംഗ്വേജ്, മനസ്സിലായോ? അത് അന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ സ്റ്റുഡൻസിനെ 2 മാസം ജർമ്മനൊക്കെ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് വിടും. കരിക്കുലത്തില് ഓപ്ഷൻസ് കൊടുക്കണല്ലേ? ജർമ്മനി പഠിക്കാനുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അത്രേ ഉള്ളൂ. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. യെസ്. അപ്പോൾ നവോദയ എനിക്ക് കുറേ ഇൻസ്പയർഡ് ആയിട്ടുള്ള, നമുക്ക് നമ്മളിൽ കേസ് സ്റ്റഡീസ് ഉണ്ട്, നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ വീണ്ടും ഇതേപോലത്തെ കോളേജുകൾ മാത്രം വെക്കുന്നുള്ളത് മനസ്സിലായോ? എക്സാമ്പിൾസ് ഇവിടെ തന്നെ ഉണ്ട്, അതിന് എടുത്തുകാണ്ട് നമുക്ക് ചെയ്താൽ മതി. അതെ, നമുക്ക് എയിംസ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ, അതേപോലത്തെ ക്യാമ്പസ്, അതേപോലത്തെ സിലബസ്, അതേപോലത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1000 എണ്ണം ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, ഡാറ്റ ഉണ്ടല്ലോ, ഇതിങ്ങനെ ചെയ്താൽ മതി. NITs ഉണ്ട്, നമുക്ക് IITs ഉണ്ട്, നമുക്ക് IIMകളുണ്ട്. നമുക്ക് IIT ഒന്നും ഇവിടെ നമുക്ക് കിട്ടണേ ഇല്ല ആൾക്കാരെ. IIT ഒക്കെ കഴിയുമ്പോഴേക്ക് വിദേശികൾ വന്ന് കൊണ്ടുപോകണേ. നമ്മള് ഇവിടെ ചെയ്യണം താല്പര്യമുള്ളവർ മാത്രം നിൽക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ എടുത്ത് കൊണ്ടുപോകണേ. അവർക്ക് കാരണം അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്പേഴ്സ് കൂട്ടിക്കൂടെ നമുക്ക് ആ സിലബസുകളിലോട് കൊടുന്നൂടെ? നമ്മളിപ്പോ പുറത്തുനിന്ന് തന്നെ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ട് തന്നെ നമ്മൾ സിലബസ് കൊടുക്കണമെന്ന് പറയുന്നില്ല, നമ്മുടെ കയ്യിലുണ്ടല്ലോ, മനസ്സിലായോ? ഞാൻ പറഞ്ഞതെന്ന് MBBS കേസിൽ അവരുടെ ക്ലാസ്സിൽ എത്ര 40-60 സ്റ്റുഡൻസ് എങ്ങാനും ഉണ്ടായിരുന്നു തോന്നുന്നു. എത്രയാന്ന് എനിക്ക് കറക്റ്റ് ഫിഗർ അല്ല, സ്റ്റുഡൻസ് ഒരു സ്റ്റുഡൻ്റ് ഉള്ളു എയിംസിൽ. ഡൽഹി എയിംസിൽ ഒരു സ്റ്റുഡൻ്റ് ഉള്ളു, അവരുടെ ബാച്ചിൽ നിന്ന് ഒരു സ്റ്റുഡൻ്റ് ഉള്ളു. അതായത് മലപ്പുറത്തെ നവോദയെന്ന് ഡൽഹി എയിംസിൽ ഒരാൾ കയറിയിട്ടുണ്ട്, മനസ്സിലായി? 40 എണ്ണത്തിൽ നിന്നാണല്ലോ ഒരെണ്ണം കയറുന്നത്. അത് നല്ല നമ്പറാണല്ലോ. 40 സ്റ്റുഡൻസ് 32 പേരും ഡോക്ടേഴ്സാണ്, മനസ്സിലായോ? അതായത് അവരൊരു 40 സ്റ്റുഡൻസിന്റെ ബാച്ചിൽ 32 പേരും ഡോക്ടർ. അത് ഞാൻ അവരെ ഡിസ്കഷനിൽ കേട്ടതാ. അപ്പോൾ അതേപോലെ ഇവരെ ഗെറ്റ് ടുഗദറിന്റെ എന്തോ മാരേജോ, അവരുടെ കൂട്ടത്തിൽ ആരോ മാരേജ് എന്തോ പരിപാടി. എനിക്ക് ഇവരെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് ആക്രാന്തമായി, ഇവരെന്താ ഇങ്ങനെ? അപ്പൊ ഞാൻ ഇവരെ എന്ത് ചാൻസ് കിട്ടിയാലും ഞാൻ പോകും. നവോദയയുടെ ഗെറ്റ് ടുഗദർ ഉണ്ട്, ഓക്കെ നമ്മൾ അവിടെ പോയേക്കാം. എന്നിട്ട് ഞാൻ അങ്ങനെ നോക്കും, എല്ലാ IIT IIM ഇതൊക്കെ ഉണ്ട്, ഇവരെ ക്ലാസ്മേറ്റ്സ് ആണ് ഇതൊക്കെ. അവരുടെ സംസാരങ്ങൾ അങ്ങനെയായിരിക്കും. ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ പോകുമ്പോ, ഇപ്പൊ ഇവരെ കൂടെ ഒക്കെ പോകുമ്പോ ഞാൻ അങ്ങനെ നോക്കും, ഇവരെന്താവും പറയുന്നേ, മനസ്സിലായോ? ഇവരെ ഡിസ്കഷൻസ് ഒക്കെ എന്താ, ഇവരുടെ ഡിസ്കഷൻസ് ഒക്കെ നല്ലതാ, ക്വാളിറ്റി ഉള്ള, എന്നാ ഇവര് നല്ല ഫ്രണ്ട്സും ആണ്, മനസ്സിലായോ? ഈഗോ ഒക്കെ ഭയങ്കര ഈഗോ ആണ്. ഞാൻ ഡൽഹി എയിംസ്, ഞാൻ IIT പക്ഷെ ക്വാളിറ്റി ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ക്വാളിറ്റി തോന്നി എനിക്ക് അവരെ ആ ഒരു. അപ്പൊ നമുക്ക് നല്ല സ്കൂളുകളുണ്ട്, നമുക്ക് ആ ഒരു സാധനം നമുക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നല്ലോ. നവോദയ എത്ര കാലമായിട്ടുണ്ട്? എനിക്ക് അതായത് ബ്രില്യൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ എല്ലാവരും ബ്രില്യൻ്റ് ആണ്, പക്ഷെ എൻ്റെ ക്ലാസ്സിലും ഇതിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതായത് ഞാൻ ഇവരെ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവരെ എയിംസിൽ പഠിക്കുന്നുണ്ട്, IIMൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്, മനസ്സിലായോ? നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അല്ല, മനസ്സിലായോ? എന്നാൽ നമ്മളെ എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റി ആണോ? അപ്പോൾ അതല്ല. എന്താ ക്വാളിറ്റി, അവർ കൊടുക്കുന്ന ക്വാളിറ്റി നമുക്ക് കുട്ടികളെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ട്രെയിൻ ചെയ്യാൻ പറ്റും, മനസ്സിലായോ? നമുക്ക്
അത്രയും ചെറിയ ബ്രെയിൻ അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ട്രെയിൻ ചെയ്യാൻ പറ്റും. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ ഇറങ്ങിയപ്പോൾ അതങ്ങനെയായി. നമുക്കും നമ്മുടെ സ്കൂളുകൾ, എല്ലാ സ്കൂളുകളും ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ക്വാളിറ്റി കുട്ടികൾ അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ അത്ര തന്നെ സ്കില്ലുള്ള, അത്ര തന്നെ എന്താ കപ്പാസിറ്റി ഉള്ള കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരെ കാണുമ്പോൾ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, അറിയാം ഇവർ ഈ ഒരു IQ ലെവലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ IQ ലെവലുള്ള സ്റ്റുഡൻസ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, നമ്മുടെ സറൗണ്ടിങ്സിലുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ആവാൻ പറ്റിയില്ല. മനസ്സിലായോ? അവരൊന്നും പ്രോപ്പറായിട്ട് വഴി കാണിച്ചു കൊടുക്കാനൊന്നും ആർക്കും പറ്റിയില്ല. കുറെ കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലായത്. ഇന്ത്യൻ കഥ ഞാൻ പറഞ്ഞല്ലോ. ആ കോളേജ് അഡ്മിഷൻ കിട്ടാൻ എത്ര രൂപ കൊടുക്കണം എന്ന് ചോദിച്ചാൽ സയൻസ് സ്ട്രീം കഴിഞ്ഞ് എൻട്രൻസ് എഴുതി നിൽക്കുന്ന ഒരാള് പോയിട്ട് NITയുടെ മുന്നിൽ പോയി ചോദിച്ചേക്കും ആ ക്യാമ്പസിൽ കിട്ടാൻ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ള ആ ഒരു നോളജാണ് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്നത്. സാഡ്. എഡ്യൂക്കേഷൻ ശരിക്കും ഇവിടെ വാർത്ത് പണിയാണ്ട്. ഇവിടെ ശരിക്കും ബേസിക് തൊട്ടിട്ട് അടിച്ച് പൊളിച്ച് ഒന്നിങ്ങന്ന് തുടങ്ങാണ്ട് മനസ്സിലായെങ്കിൽ ഇപ്പൊ ഈ നവോദയമാരത്തെ എഡ്യൂക്കേഷൻ അങ്ങനത്തെ, അതായത് കുട്ടികളൊക്കെ കൂടി വന്നിട്ട് അവരുടെ ഇടയിൽ ഇതിങ്ങനെ സാറുമാര് പറഞ്ഞു തരുന്നത് ഇങ്ങനെ മനപ്പാടാക്കിയിട്ട് ചെയ്യുന്ന സാധനമല്ല വേണ്ടേ. കുട്ടികൾ തന്നെ ഉരുത്തിരിഞ്ഞ്, കാരണം ന്യൂ ഇതല്ലേ, എക്സ്പീരിയൻസും എക്സ്പെരിമെന്റ്സും ഇതൊക്കെ ചെയ്തിട്ട് വേണം പഠിക്കാനേ. അല്ലാതെ ഇങ്ങനെ ഇരുന്ന് ക്ലാസ്സിൽ ഇങ്ങനെ ചുറ്റുപാകി ഇരുന്ന് പഠിച്ചാൽ അത് കിട്ടൂല. അത് അങ്ങനെയല്ല പഠിക്കണ്ടേ. അത് പിന്നെ നവോദയ റെസിഡൻഷ്യൽ സ്കൂളാട്ടോ, റെസിഡൻഷ്യലാ, അവിടെ നിന്ന് പഠിക്കണം. അപ്പൊ സ്കില്ല് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പൊ 40 എണ്ണം ഒരുമിച്ചിരിക്കുക, 40 സ്കില്ലുള്ള 40 എണ്ണം പൊടിന്ന് ഇരിക്കണ പ്രായമല്ലേ. അപ്പൊ എല്ലാത്തിന്റെ സ്കില്ല് ട്രാൻസ്ഫർ ചെയ്യില്ലേ, 24 മണിക്കൂർ തന്നെ കണ്ടോണ്ടിരിക്കില്ല, അങ്ങോട്ടും കണ്ടു ഇവനെ തോപ്പിക്കണം ഇത് പഠിച്ചേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ സ്കില്ല് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ ഈ ഹോം സ്കൂളിംഗ് എന്നുള്ള പരിപാടി പോലെ തന്നെ ഈ ആ ഒരു സിസ്റ്റവും നല്ലതാണ്. നവോദയ റെസിഡൻഷ്യൽ സ്കൂളായിരുന്നു, അതുകൊണ്ട് അപ്പൊ അവർക്ക് ഫുൾ ടൈം ഉണ്ട്. രാവിലെ എണീക്കുന്നു, ഡ്രിൽസ് ചെയ്യുന്നു. നമുക്ക് ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടോ നമ്മളൊക്കെ? ബോക്സിംഗ് എന്നൊക്കെ എനിക്ക് 10ാം ക്ലാസ്സിലൊന്നും ഞാൻ കേട്ടിട്ടില്ല തോന്നുന്നുണ്ട്. അന്ന് നമ്മൾ ഈ ഒളിമ്പിക്സിലൊക്കെ മെഡൽ കാണുമ്പോഴാണ് നമ്മൾ ബോക്സിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇവർക്കൊക്കെ ബോക്സിങ്, കരാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ, അത്രയും ഡിഫറെന്റ് സ്കിൽസ് കൊത്തെന്ന് അറിയാൻ വേണ്ടിട്ട് അത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? ഇത് പറയുമ്പോൾ എൻ്റെ ബാച്ചിൽ തന്നെയുള്ള, എൻ്റെ പ്രായത്തിലുള്ള അതേ കുട്ടി വേറെ സ്കൂൾ പഠിച്ചപ്പോൾ കിട്ടിയത് അങ്ങനെ, നമ്മൾ പഠിക്കുന്ന കിട്ടുന്ന മനസ്സിലായി. ഞാനും പഠിച്ചത് ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ്. ഗവൺമെന്റ് സെയിം സിലബസ് തന്നെയാണല്ലോ നമ്മുടെ. എന്താ അതിന് പറയാ, പ്ലസ് ടുന് ഇതല്ലേ കേരള സിലബസും CBSE ഉള്ളത്. കേരള സിലബസ് അല്ലേ നമ്മള്. CBSE പിന്നെയും കുറച്ചും കൂടി കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. CBSE ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ അതായത് ഇവര് കുറച്ചും കൂടെ ലാംഗ്വേജ് ഒക്കെ മാനേജ് ചെയ്യാൻ CBSE ഇംഗ്ലീഷൊക്കെ കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ സുഖമായിരിക്കും. സ്കിൽസ് ഒന്നും അത്ര അധികം പഠിപ്പിക്കുന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ സംസാരിക്കാം സ്റ്റേറ്റിനേക്കാൾ നന്നായി ഫാർ ബെറ്റർ ആയിരുന്നു. സ്റ്റേറ്റിൽ എപ്പോഴും കോൺഫിഡൻസ് കുറവാണല്ലോ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുമ്പോൾ. നമ്മൾ അടിച്ച് പരത്തിയിട്ടല്ലേ പഠിപ്പിക്കുന്നത്. 2-3 ചോദ്യം കൂടി. ഒന്ന്, എന്താണ് ഇപ്പൊ പുറത്തേക്ക് പോകാനുള്ള കുട്ടികളോട് ഒരു ഇത് ചെയ്യുന്ന ആളെന്നുള്ള ലെവലില് എന്താ എനിക്ക് ഒരു പറയാനുള്ളത്? എന്താണ് നമ്മുടെ നീഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഒരു കൺട്രി ചൂസ് ചെയ്യാൻ. അതായത് നമ്മൾ എല്ലാവരും പുറത്തു പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും അത്ര നല്ലൊരു തീരുമാനമായിട്ട് ഡയറക്ഷൻ ഇല്ലാതെ പോകണം. എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളത് വ്യക്തമായ പ്ലാൻ വേണം. പിന്നെ നിങ്ങൾ എഡ്യൂക്കേഷനാണ് പോകുന്നത്, അത് നിങ്ങൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരാൾക്കൊരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് നോക്കുക. അതല്ലാതെ തൽക്കാലം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ട് ടൈം എടുക്കുന്നത്. നമ്മളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച് ഈ പ്രൊഫഷനിൽ നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിൽ വേണം പോകാൻ. ഈ നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് പാർട്ട് ടൈം മെയിൻ ഇതായിട്ട് പോരുത്. പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ട എമൗണ്ട് നമ്മൾ തന്നെ ഏൺ ചെയ്യുന്നു, അത്ര കണ്ടാൽ മതി. അത് മനസ്സിലായോ? അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു നാട്ടിൽ പോയിട്ട് നമ്മൾ പഠിക്കുന്നു. പക്ഷെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ്. കാരണം ഇത്ര നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ജോലി ഏൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് എഡ്യൂക്കേഷൻ്റെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്, നമ്മുടെ ആ വ്യൂ പോയിന്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. ഒരു പ്ലാനും ഇല്ലാതെ ഈ
ട്രെൻഡിനനുസരിച്ച് ഓടുക എന്ന് പറയുന്നത് എന്നും ദുരന്തത്തിലോ പോയിട്ടുള്ളൂ. ഏത് കാലത്തും നമ്മൾ ട്രെൻഡിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ. കുറച്ചു കാലം IT അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ വന്നു പറഞ്ഞിട്ട് കുറേ പേര് CS പഠിച്ചു, CS പഠിക്കാതെ ജോലി കിട്ടാത്ത ഒരു വലിയൊരു പോഷൻ കണ്ടു. അതിനുശേഷം അണ്ടർപെയ്ഡുമായി കുറേ കാലം കണ്ടു. അതിനുശേഷം എഞ്ചിനീയറിംഗ് വരെ ഒരു കാലഘട്ടം വന്നു. ഇനി വരാൻ പോകുന്നത് നഴ്സിംഗ് വരെ ഒരു കാലഘട്ടമാണ്. ജോലി കിട്ടാത്ത രീതിയിലോട്ട് അത്രയധികം കോളേജസാണ് വന്നിട്ടുള്ളത്. ജോലി കിട്ടാത്ത രീതിയിലോട്ട് പോകുന്ന ഒരു ഏരിയ ആയിട്ട് നഴ്സിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രെൻഡിനനുസരിച്ച് പോവാതെ നമുക്ക് എന്താ വേണ്ടേ എന്ന് മനസ്സിലാക്കി ചൂസ് ചെയ്യാൻ, വയസ്സായിട്ട് ചൂസ് ചെയ്യാനത്. കാരണം +2 വരെ നമുക്ക് എന്തായാലും പഠിക്കാം. പക്ഷെ +2 കഴിഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കരിയർ എങ്ങോട്ടാ പോകണ്ടേ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. മനസ്സിലായോ? നമുക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്, നമുക്കൊരു തീരുമാനം യെസ്. ആ തീരുമാനത്തിൽ പോകുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് സക്സസ് ആയിട്ടുള്ള. അന്ന് എനിക്കൊന്നും +2 പഠിക്കുമ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള ബ്രെയിൻ കപ്പാസിറ്റി ആയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? അതുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2 കൊല്ലം 3 കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ IIM പോയേനെ. മനസ്സിലായോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു നോളജ് എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. കാരണം IIM ഞാൻ കണ്ടിട്ടില്ല അന്ന്. IIM കുറിച്ചിട്ട് എനിക്ക് അറിയത്തില്ല. അത് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തേനെ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പഠിച്ച്, നമ്മുടെ കരിയറാണ്, നമ്മുടെ ലൈഫാണ്. അപ്പോൾ ആൾക്കാർ പറയുന്നത് മൊത്തം കേൾക്കാതെ ബാക്കിയുള്ള കമ്പനീസിന് വേണ്ടി ഒരു ഇരയാവാതെ നമ്മളുടേതായിട്ടുള്ള ഒരു തീരുമാനത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ച് നടക്കണം. അതെ, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ കിട്ടത്തുള്ളൂ. യെസ്. അതല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് ട്രെൻഡിനനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് കുറച്ച് കഴിഞ്ഞാണ്ട് പോവും. നമ്മൾ കാണുന്നില്ലേ, ഡ്രസ്സുകൾ ട്രെൻഡ് വരുന്നുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ പോകും. പിന്നെ ആർക്കെങ്കിലും എന്താണ് ആവശ്യമുണ്ടെങ്കിൽ നീ അവിടെ ഉണ്ടല്ലേ കൊച്ചിയിൽ? സ്ഥാപനം ഉണ്ട്, നമ്മുടെ ഗ്രാജുവേറ്റ് പറഞ്ഞ സ്ഥാപനം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. കൗൺസിലേഴ്സ് ഉണ്ട്, 5-6 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൗൺസിലേഴ്സ്. കുറച്ച് കാലമായില്ലേ ഇതില്? ഞാനിപ്പോ ഒരു 12 years ആയി ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്നിട്ടും നമുക്ക് അത്രയും നോളജ് ഒന്നും ഇല്ല. മനസ്സിലായി. കാരണം അത്രയും ഏരിയ, അത്രയും കോഴ്സ് അത് അന്വേഷിച്ച് വരുമ്പോഴല്ലേ നിങ്ങളും തന്നെ റിസർച്ച് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സ്റ്റുഡന്റ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കും ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് ഉണ്ട്, ഈ കോഴ്സ് എന്താണ്, ഇവിടെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, എങ്ങനെയാണ് ഈ കോഴ്സ് വരുന്നത്, അതിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ റിസർച്ച് നടത്തിയിട്ടാണ് സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് പോവുക. മനസ്സിലായോ? അപ്പോൾ ചില സ്റ്റുഡൻസ് നമ്മളെ കോഴ്സസ് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ വണ്ടർ അടിക്കും, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ. അതായത് സാനിയ അയ്യപ്പൻ എന്താണ് നമ്മളോട് എനിക്ക് UK പോകണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ക്രിയേറ്റീവ് ആർട്സ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അതായത് ക്രിയേറ്റീവ് പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. ക്രിയേറ്റീവ് യൂണിവേഴ്സിറ്റി ഓഫ് ക്രിയേറ്റീവ് ആർട്സ്. ആ യൂണിവേഴ്സിറ്റി ഞാൻ ആ പേര് കണ്ടപ്പോൾ തന്നെ സ്ട്രൈക്കിംഗ് ആയിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് ക്രിയേറ്റീവ് ആർട്സ്. അപ്പോൾ ഞാൻ ഇതെന്ത് യൂണിവേഴ്സിറ്റി? അപ്പോൾ നോക്കുമ്പോൾ കോഴ്സ് ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഡാൻസ്, ഡ്രാമ, ആക്ടിങ്, പെയിന്റിങ്. മനസ്സിലായോ? അതെ അതെ. നിങ്ങൾക്ക് സിനിമ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിനിമ പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സിനിമ മനസ്സിലായോ? നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ താല്പര്യം. സനിയപ്പൻ പഠിച്ചത് ഡ്രാമയാ. ഡ്രോപ്പ് ചെയ്തു, ആള് ഡ്രോപ്പ് ചെയ്ത് വന്നു. പക്ഷെ ആള് അഡ്മിഷൻ എടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ക്രിയേറ്റീവ് ആർട്സിൽ ഡ്രാമ ആണ്, BA കോഴ്സ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ 12,000-ലേറെ എന്താണ് അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സസ് ഉണ്ട് UK എന്ന് പറഞ്ഞ ഒരു കൺട്രിയിൽ മാത്രം. അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സസ് BBA BCom BCA എന്നുള്ള ആ ഒരു സാധനത്തിൽ നിന്ന് മാറി 12,000-ലേറെ കോഴ്സസ് ഉണ്ട് നമുക്ക് UK എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് മാത്രം. മാസ്റ്റേഴ്സ് 6,000-7,000-ഓളം മാസ്റ്റേഴ്സ് കോഴ്സ് ഉണ്ട്. മനസ്സിലായി? അത്രയും വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ്. 10 അറിയണ്ടാവുള്ളൂ ഏറി വന്നാലേ. എനിക്കൊരു 100 അറിയുണ്ടാവും. അത്രയൊക്കെ തന്നെ നമ്മൾ നമുക്കതിന്റെ നീഡ് വരുമ്പോൾ നമ്മൾ പഠിക്കും. പക്ഷെ അത്രയും കോഴ്സസ് ഉണ്ട്. നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സസ് എന്തായാലും ഏതെങ്കിലും രാജ്യത്തുണ്ട്. ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. നമ്മൾ പുറത്ത് തന്നെ നോക്കണമെന്നൊന്നുമില്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് അല്ലേ, പുറത്ത് പോയി പഠിക്കാൻ. ഇപ്പൊ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആണ്. മനസ്സിലായോ? നമ്മളിപ്പോൾ നമ്മൾ പഠിക്കണത് നമുക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാം. അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ചൈനയിൽ പോയി പഠിക്കണോ, ചൈനയിൽ പോയി പഠിക്കാം. റഷ്യയിൽ പോയി പഠിക്കണോ, റഷ്യയിൽ പോയി പഠിക്കാം. അമേരിക്ക പോയി പഠിക്കാം. വേൾഡ് ഓപ്പൺ ആണ് ഇപ്പോൾ.
നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂർ, മംഗലാപുരം, തമിഴ്നാട് ഫൈനാൻസിങ്ങും കിട്ടുന്നുണ്ട്. ഫൈനാൻസിങ് കിട്ടുന്നുണ്ട്. അതായത് നീഡ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലായോ, ഇപ്പൊ നിങ്ങൾക്ക് കൊളാറ്ററൽ ഇല്ലാതെ ഞങ്ങൾക്ക് സ്റ്റുഡൻസ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ അത്രക്ക് ഇതുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹങ്കറിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാം. യെസ്, ആ ഹങ്കറുള്ള സ്റ്റുഡൻസ് അവിടെ എത്തുന്നുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. മാർക്കില്ലാത്ത സ്റ്റുഡൻസ് അവന്റെ വാശി കൊണ്ട് മനസ്സിലായോ 40%, 41%, 38% ഒക്കെ മാർക്കുള്ള സ്റ്റുഡൻസ് മനസ്സിലായോ, എല്ലാരും പറയും പോകാൻ പറ്റൂല, 38 ഇവിടെ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടൂല എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് നമുക്ക് UK-ലുണ്ട്. 38% എന്താണ് വന്നിട്ടുള്ള സ്റ്റുഡൻസ് നമുക്ക് അവന്റെ വാശിയായിരുന്നു, അവന് വേണം, മനസ്സിലായോ, എനിക്ക് വേണം. ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ പോയിട്ട് ഇന്റർവ്യൂ ഒക്കെ അടിച്ച് പരത്തി കയറുന്ന സ്റ്റുഡൻസും ഉണ്ട്. കാശില്ല, ഫൈനാൻസ് ഇല്ല, 1000 രൂപ 10000 രൂപ പോലും എൻ്റെ അക്കൗണ്ടിൽ ഇല്ലാതെ ഞാൻ എങ്ങനെ 15 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞ സ്റ്റുഡൻസിന് വരെ നമ്മൾ UK-ൽ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് അതിനനുസരിച്ചുള്ള സ്പോൺസേഴ്സ് ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ലോൺ ഫെസിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ നീഡാണ്, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ, അതെന്താണെങ്കിലും, അത് എഡ്യൂക്കേഷൻ എന്നല്ല, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ, അത് ജെന്യുവിൻ ആണോ, നിങ്ങൾക്ക് അവിടെ എത്താം. നീ ലാസ്റ്റത്തെ ഒരു ചോദ്യം, നീ അവിടെ എത്തിയിട്ട് ഉള്ള ആൾക്കാരോട് എന്താ എനിക്ക് പറയാനുള്ളത്? എങ്ങനെയാണ് അവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ ഈ പറഞ്ഞല്ലോ അവർ ഡയറക്ഷൻ ഇല്ലാതെ പോവാണ്. എന്താണ് അവിടെ എത്തിയിട്ട് നമ്മള് എങ്ങനെയാണ് UK-കാരനായിട്ടല്ലേ ജീവിക്കുന്നത്? ഇതന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവിടെയുള്ള ഈ നോർമൽ, അതായത് ഇപ്പം എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഏരിയ മാത്രം നോക്കാതെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം ഈ കെയർ ഹോമുകളും കഫേസും മാളുകളും അല്ലാതെ നമുക്ക് എത്രയോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വേറെ തന്നെ കുറെ ഫീൽഡുകൾ ഉണ്ട്. ഈവൻ എന്റർപ്രണർഷിപ്പ് ആണെങ്കിൽ വരെ there's a chance. നമ്മളൊരു ടീഷർട്ട് വിൽക്കുകയാണെങ്കിൽ വരെ ഇവിടത്തേക്കാട്ടി 10 ഇരട്ടി ലാഭത്തിൽ നമുക്ക് വിൽക്കാൻ പറ്റും. എന്താണെങ്കിലും അരിയാണെങ്കിലും തക്കാളി ആണെങ്കിലും, തക്കാളി കുറച്ചും കൂടി നല്ല തക്കാളികൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ തക്കാളി അത്ര പോരാ. പക്ഷേ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ. ട്രേഡിംഗ് ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിസിനസ് തുടങ്ങിയാൽ 4 വിസ വരെ കിട്ടും. നിങ്ങൾ എന്തിനാ ഒരു വിസക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ട് 4 ആൾക്കാർക്ക് നിങ്ങൾ വിസ കൊടുക്ക്. ആ ഒരു രീതിയിലോട്ടൊക്കെ ചിന്തിച്ചു. 4 വിസക്ക് നമുക്ക് വേണമെങ്കിൽ പേ ഔട്ട് വാങ്ങാം. അതങ്ങനെ വാങ്ങുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു എങ്ങനെയെങ്കിലും ഒരു 10-60 ലക്ഷം രൂപ 70 ലക്ഷം രൂപ റോൾ ചെയ്തിട്ട് ഒരു കമ്പനി തുടങ്ങിയിട്ട് ഇവന് അതിലുള്ള വിസന്റെ 15 ലക്ഷം രൂപ ആൾക്ക് വെക്കും. എന്നിട്ട് ആ ഇറക്കിയ എമൗണ്ട് തിരിച്ചു വാങ്ങുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള കച്ചവടക്കാരി നമുക്ക് UK-ൽ കാണുന്നുണ്ട്. മനസ്സിലായോ? അവൻ എന്താ ചെയ്തേ? അവനൊരു 60 ലക്ഷം രൂപ സ്റ്റാർട്ടപ്പ് എടുത്ത് 60 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അവൻ ആ വിസ വിറ്റിട്ട് തന്നെ ഏൺ ചെയ്ത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഈ എല്ലാവരും പോകുന്ന വഴികളിലൂടെ അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ളൊരു വഴി വെട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വഴി വെട്ടി വരി. ഒറ്റക്ക് വഴി വെട്ടി വന്നവനാണ്. ആ ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഓക്കെ. താങ്ക് യു അൻഷിത് ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. നമ്മൾ ഇനി സംസാരിക്കണം, പെട്ടെന്ന് തന്നെ വരണം. കാരണം ഇത് കുറെ കറണ്ടും ഇതൊക്കെ പോയിട്ട് നമുക്ക് അബ്രപ്റ്റ് ആയതാണ്. ഒരു 4-5 പ്രാവശ്യം നമ്മൾ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അടുത്തിട്ട് നമുക്കൊന്നും കൂടി ഉഷാറാക്കാം. ഇനിയും കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയാനുണ്ട്. പുതിയ രാജ്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഒരുപാട് കൺട്രീസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പുതിയ രാജ്യങ്ങളും എല്ലാം കവർ ചെയ്തിട്ട് തന്നെ നമുക്ക് പോവാം. താങ്ക് യു ഫോർ യുവർ ടൈം. ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വൈ ദ ഹെൽ നോട്ട് തന്നേക്ക്. Okay. Why the hell not? Okay, Macha. Thanks. Yeah.